നമസ്കാരം. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ KLF-ൻ്റെ 8ാമത്തെ എഡിഷനാണിത്. ഡോക്ടർ ശശി തരൂരും ഞാൻ മലയാളി എന്ന വിഷയത്തെക്കുറിച്ചാണ് സംവദിക്കാൻ പോകുന്നത്. ഇതിൽ ആരാണ് മലയാളി എന്നുള്ളതാണ് പ്രശ്നം. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ചേക്കേറി പല ഭാഷക്കാരെയും പല രാജ്യക്കാരെയൊക്കെ കണ്ട് പരിചയിച്ച ഒരു ലോകവിദഗ്ധൻ എന്നുള്ള നിലയിൽ അവിടെയെല്ലാം കുറേ മലയാളികളെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരിലൊക്കെ മലയാളി തിരഞ്ഞപ്പം എന്താണ് അദ്ദേഹം അനുഭവിച്ചതെന്ന് പറയും. എൻ്റെ അനുഭവത്തിൽ അകാലത്തിലെ മുണ്ടേ കയറിയ ഒരാളെന്നുള്ള നിലയിൽ ഞാനും പറയും എൻ്റെ മനസ്സിൽ മലയാളി ആരാണെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയുന്ന പോലെ മുൻ UN സെക്രട്ടറി ജനറലായിരുന്ന കോഫി അന്നൻ്റെ ഏറ്റവും അടുത്ത അണ്ണനായിരുന്നു ഡോക്ടർ തരൂർ. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് ലോക പരിചയമുണ്ട്. പിന്നെ നമ്മൾ അറിയാതെ പോയ കുറേ ആൾക്കാർക്കൊക്കെ അറിയാം, എന്നാലും അറിയാതെ പോയൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു വലിയ ബലിതക്കാരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അദ്ദേഹം അത് വളരെ അപൂർവമായിട്ടേ പുറത്തെടുക്കൂ. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സീരിയസ് ആയിട്ട് നടക്കുമെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിയുമ്പം ഉള്ളിലെ ബലിതം പുറത്തു വരും. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇതൊന്നും പുറത്തു പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ മിക്കവാറും MP സ്ഥാനം പോവും. അതുകൊണ്ട് അദ്ദേഹം പുറത്തു പറയാറില്ല. പക്ഷേ അദ്ദേഹത്തിൽ ഒരു ഹ്യൂമറിസ്റ്റ് ഉണ്ട്. മാത്രമല്ല ഞാൻ ഏഷ്യാനെറ്റിലൊക്കെ കുറേ കാലം ഈ നമ്മൾ തമ്മിൽ നിന്നൊരു സംവാദം അവതരിപ്പിച്ച ആളാണ്. ഒരു 10,000 എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. 870 എപ്പിസോഡ് അത് മാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വരുത്തിച്ചേർത്ത ചില തമാശകളൊക്കെ പറഞ്ഞ കാരണം എനിക്കന്ന് നല്ലൊരു പേര് കിട്ടി. കേരള യൂണിവേഴ്സിറ്റിയുടെ PhD-യേക്കാളും വിലയുള്ളൊരു പേരായിരുന്നു വളിപ്പൻ. അപ്പോൾ ഇങ്ങനൊരു പേര് വീണ് കഴിഞ്ഞാലുള്ള അപകടം എന്താണെന്ന് ചോദിച്ചാൽ ക്ഷയരോഗം പിടിച്ചോല്ല, പെട്ടെന്നും പോകത്തില്ല, കുറേ കാലം കിടക്കും. അപ്പോൾ ഈ വളിപ്പൻ്റെ വേലിയാടി ഇയാൾ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് തെളിയിക്കാൻ ഞാൻ കുറേ പെടാപ്പാട് പെട്ടു. അപ്പോൾ എനിക്ക് തോന്നി ഡോക്ടർ തരൂർ തമാശ പറയാത്തത് നല്ലതാണ്. പക്ഷേ അതേസമയം ലോകത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഫലിതമാണ്. അത് നമ്മളൊരു ചെറിയൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു തുറസായ സ്ഥലത്ത് ഇപ്പോൾ ഇതേപോലൊരു വേദിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തമാശ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നത് ഇയാൾ പറഞ്ഞത് തമാശ തന്നെയായിരിക്കുമോ? ഇതുപോലുള്ള തമാശ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു 10 മിനിറ്റ് മനസ്സിലിട്ട് ഗവേഷണം ചെയ്ത് ഉരുട്ടി പെരട്ടി ചിരിച്ചു കളയാം, ഇയാൾ പറഞ്ഞതിൽ തമാശയുടെ അംശമുണ്ട്. അപ്പോൾ അതേസമയം നമ്മൾ ഒരു ഇരുട്ട് മുറിയിലാണെങ്കിൽ ഒരു തിയേറ്ററിൽ പോയിരുന്ന് ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു തമാശ സ്ക്രീനിൽ കേട്ടാൽ നമ്മൾ കുമ്പകുലുക്കി അങ്ങ് ചിരിക്കും. നമുക്കൊരു സിമ്പിളായ കാര്യം, നമ്മൾ ഇരുട്ടത്താണെങ്കിൽ എല്ലാം ചെയ്യും, വെളിച്ചത്താണെങ്കിൽ നമുക്ക് വലിയ പാടാണ്, ചിരിക്കാനൊക്കെ നമ്മൾ താമസിക്കും. അതാണ് നമ്മുടെ ഒരു പ്രകൃതം. അപ്പോൾ ആരാണ് മലയാളി, മലയാളിയിൽ എന്തൊക്കെ ഭാവങ്ങളുണ്ട്, ഭാവവ്യത്യാസങ്ങളുണ്ട്, ഇതെല്ലാം ഡോക്ടർ തരൂർ തന്നെ തുടങ്ങി വയ്ക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്തും ഒരുപക്ഷെ അദ്ദേഹം കണ്ട ലോകത്തിലെ ജനങ്ങളെയൊക്കെ മനസ്സിലിരുത്തിക്കൊണ്ട് അതിനിടയിൽ പെട്ടുപോയ മലയാളികളെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ തുടങ്ങട്ടെ. ഡോക്ടർ ശശി തരൂർ. ഞാൻ അദ്ദേഹത്തെ വലിയ ആരാധകൻ കൂടിയാണ്. അദ്ദേഹം ഈ പുതിയ TV ചാനൽ ആരംഭിക്കുക എന്നെയാണ് ക്ഷണിച്ചിട്ടുണ്ടായത് ഉദ്ഘാടകനാവാൻ 2013. അപ്പോൾ കുറേ പഴയ ബന്ധമാണ്. ഒരു കാര്യം ഒന്ന് ക്ഷമ ചോദിക്കുന്നു, ഈ കന്നഡ ഞാൻ അൺഫോർച്യുനേറ്റ് എൻ്റെ കണ്ണിൽ കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ വെളിച്ചം നേരിട്ട് എൻ്റെ കണ്ണിൽ ബാധിക്കുന്നു. അതുകൊണ്ട് എന്നെ ക്ഷമിച്ചാൽ ഞാൻ തമിഴ് രാഷ്ട്രീയക്കാരനല്ല. അവിടെ പറഞ്ഞോട്ടെ, ഭയങ്കര ഗ്ലാമർ ആയിട്ടുണ്ട്. അത് ശരി, അത് വേണം. എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് പെയിൻറ്റ് പുട്ടി കൂട്ടണമെന്ന് വിചാരിച്ചു. കാര്യം എതിർക്കാൻ പോകുന്നത് ഡോക്ടർ ശശി തരൂരായിട്ട്, ചില്ലറ കാര്യമല്ല. എതിർപ്പൊന്നുമില്ല കേട്ടോ, ലോകിയായിട്ട് മുന്നോട്ട് പറയൂ. അപ്പം അങ്ങക്ക് ഒരുപാട് മലയാളികളെ അറിയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് മലയാളികളുണ്ട്. നമുക്ക് ചില അസുഖത്തിനൊക്കെ ചില രോഗലക്ഷണങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ ഒരു മലയാളിയെ കണ്ടാൽ ഡോക്ടർ ശശി തരൂർ എങ്ങനെ തിരിച്ചറിയും? ആദ്യം വേഷത്തിൽ മാത്രമല്ല ചോദിക്കുന്നത്. അല്ലല്ല, ആദ്യം ഭാഷയാണല്ലോ. മലയാളികൾക്ക് അവർ സ്വന്തം ഭാഷയിൽ വലിയൊരു സ്നേഹമുണ്ട്, വലിയൊരു അഭിമാനമുണ്ട്. അപ്പോൾ മലയാളിയാണെന്ന് അറിഞ്ഞ് ഉടനെ അവർ മലയാളത്തിൽ തന്നെ മാറും. അപ്പോൾ അത് ഒരു കാര്യമാണ്. വേറൊന്ന് ഞാൻ ഇപ്പോൾ കൂടി ഓർമ്മയില്ല, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അതോ കേരളത്തിലല്ല ജനിച്ച് വളർന്നതൊക്കെ വെളിയിലായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്തെ പഠിപ്പിച്ച വള്ളത്തോളിന് 2 പേര് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്താണ് നിങ്ങൾക്കറിയുമല്ലോ, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂർവ്വമാവണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ, അതല്ലേ? അപ്പോൾ ആ സെൻറ്റിമെൻറ്റ് മലയാളികൾക്കുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം അതിൻ്റെ ഓപ്പോസിറ്റുമുണ്ട്. അതിനർത്ഥം വിദേശത്തിൽ പോയി കഴിഞ്ഞാൽ മലയാളികൾ മറ്റേ ഭാരതീയരെക്കാട്ടും കൂടുതൽ അസിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ പെട്ടെന്ന് പോയിട്ട് മറ്റേ രാജ്യത്തിൻ്റെ എല്ലാ രീതികളും ഭാഷയും പെരുമാറ്റവും ഒക്കെ വേഗം പഠിക്കും. വീട്ടിൻ്റെ അകത്തോ അല്ലെങ്കിൽ അവർ സ്വന്തം സമുദായത്തിൻ്റെ അകത്ത് പെരുമാറുന്നത് വേറെ ആയിരിക്കാം. പക്ഷേ
അവർ ശരിക്ക് മൈഗ്രേഷന് പറ്റിയ ഒരു കൂട്ടരാണ് നമ്മുടെ മലയാളികൾ. എവിടെ പോയാലും അവർക്ക് ഈസിലി അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഒരു പക്ഷേ 2-3,000 വർഷങ്ങൾ ചെയ്ത കാരണമായിരിക്കാം, പക്ഷെ അതാണ് നമ്മളുടെ ഒരു പ്രത്യേകത. ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു അങ്ങ് ഇന്ന് ഒരു മുണ്ടെടുത്ത് വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം ഞാൻ മുണ്ടെടുക്കുക അല്ല, ഈ പ്രായമൊക്കെ ആയതിനു ശേഷം ഈ എക്കരാട് സഭയിലൊക്കെ ആക്രമണം തുടങ്ങിയതിന് ശേഷം മുണ്ടെടുത്തിട്ടുണ്ടോ? എപ്പോഴും ഇട്ടിട്ടുണ്ട്, പക്ഷെ അതല്ല കാരണം. ഞാൻ ചൂണ്ടിക്കാണിക്കണത്, ഞാനും ഇങ്ങനൊരു വേഷം ഇട്ടാലും ഞാനൊരു മലയാളിയാണെന്ന്. എന്തുകൊണ്ടായിക്കൂടാ? എന്തിനാണ് നമുക്കൊരു സ്റ്റെറിയോടൈപ്പ്? ഞാൻ ആക്ച്വലി വിചാരിച്ചു ശ്രീകണ്ഠൻ നായർ ഉറപ്പമായിട്ട് മുണ്ടെടുത്തിട്ടുണ്ടാവും. അദ്ദേഹം എപ്പോഴും ഞാൻ മുണ്ടിൽ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ പാൻറ്റ് ഇട്ടിട്ടും കണ്ടിട്ടുണ്ട്, പാൻറ്റ് ഇട്ടിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ വിചാരിച്ചു, ഈ ടൈറ്റിൽ കണ്ടപ്പോൾ, ഞാനൊരു മലയാളി എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം എന്നെ ഒരു ഷോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരും മുണ്ടിൽ. പക്ഷേ ഞാൻ വിചാരിച്ചു മനഃപൂർവ്വമായിട്ട് ഇല്ല, ഞാൻ മുണ്ട് കൊടുക്കില്ല. കാരണം നമുക്ക് മലയാളികളെക്കുറിച്ച് എന്തിനാണ് സ്റ്റെറിയോടൈപ്പ് ചെയ്യാൻ ആവശ്യം? മലയാളി എന്തും ഇടാം, എന്തും കഴിക്കുക, എങ്ങനെയും സംസാരിക്കുക, അല്ലേ? പക്ഷെ നമ്മൾ മലയാളി നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തും നമ്മുടെ മനസ്സിനകത്തും നമ്മുടെ ആത്മാവിൻ്റെ അകത്തും ഒരു തോന്നലല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വേഷമിട്ടൊരു മലയാളിയാണ്. ഞാൻ ഇടയ്ക്ക് ഇദ്ദേഹത്തിനോട് ഇതേ ഒരു വേദിയിൽ വെച്ച് എന്നോട് ചോദിച്ചു, ഞാനിവിടെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കണോ മലയാളത്തിൽ പ്രസംഗിക്കണോ എന്ന് ചോദിച്ചു. ഞാൻ ഇംഗ്ലീഷ് വെച്ച് കാച്ചാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നെ ഒന്ന് നോക്കി. അത് പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു വേദിയിലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് അറിയാമല്ലോ, നമുക്ക് പകുതി മനസ്സിലാവത്തില്ല. പക്ഷേ അപ്പോൾ ഈ തകർത്ത് പ്രസംഗിച്ചു. അപ്പോൾ എന്നോട് ഇറങ്ങി വരുമ്പോൾ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ടാണ് മലയാളത്തിൽ പ്രസംഗിക്കണമെന്ന് ഞാൻ പറയാത്ത, പ്രത്യേകിച്ച് മലയാളത്തെ സ്നേഹിക്കുന്ന ഒരാൾ. കാരണം ഈ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ പലതും മനസ്സിലാവുന്നില്ല. പക്ഷെ അതേ കാര്യം മലയാളിയോട് മലയാളത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളായിരുന്നോ എന്ന് തോന്നിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിചാരിച്ചത്. അപ്പം അങ്ങയുടെ ഒരു അനുഭവത്തിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ അവർ കേരളം വിട്ടു കഴിഞ്ഞാൽ അവർക്ക് മലയാള തനിമ കൂടും. അത് എപ്പോഴും നമ്മളെ ഒരു മലയാളം ഭാഷ സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമല്ലല്ലോ മലയാളികൾ എന്ന് പറയുന്നത്. മലയാളം ഭാഷ സംസാരിക്കുന്ന ആൾക്കാരും മലയാളികളാണ്. അത് അങ്ങ് വിദേശ നാടുകൾ, അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളിലൊക്കെ ജീവിച്ച ഒരാളാണ്. അവിടെയൊക്കെ ആകുമ്പോൾ മലയാളികൾക്ക് കുറച്ചുകൂടെ ആവേശം കൂടുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം തന്നെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുമ്പോൾ പല രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. എവിടെ പോയാലും, പ്രത്യേകിച്ച് എൻ്റെ അനുഭവത്തിൽ ഓണ സമയത്ത് ഞങ്ങൾക്ക് അവധിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഓണ സമയത്ത് ഓരോ നഗരത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓണം ആഘോഷിക്കാത്ത സ്ഥലമില്ല ഇന്ത്യയിൽ, ഇന്ത്യയില്ല, ലോകത്തിൽ. മലയാളികൾ എന്നെ ക്ഷണിക്കും. എനിക്ക് ഓർമ്മ, ഞാൻ ഒരിക്കൽ വിയന്ന, ഓസ്ട്രേലിയയിൽ പോയി. വിയന്നയിൽ ഞങ്ങൾക്കൊരു UN-ൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു യൂറോപ്യൻ ലോക്കൽ ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ ഒന്നുണ്ട്. അവിടുത്തെ മലയാളികളൊക്കെ ഞാൻ വരുമെന്ന് കേട്ടപ്പോൾ പറഞ്ഞു, നാളെ ഞങ്ങളുടെ ഓണം ആഘോഷമാണ്, കിട്ടോ, വരുമോ? സദ്യ. സദ്യയോ ഇങ്ങനെ വിയന്നയിലോ ചോദിച്ചു. ആ കാലത്ത് പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യൻ സ്പൈസസൊക്കെ കിട്ടാൻ എളുപ്പം ആയിരുന്നില്ല യൂറോപ്പിൽ. അതുകൊണ്ട് എല്ലാ കുടുംബവും ഒരു ഡിഷ് കൊണ്ടുവരും. ഞങ്ങൾ ഒരു കോൺഫറൻസ് റൂം എടുത്തിട്ടുണ്ട് UN-ൽ, അവിടെ കൂടി ഓണസദ്യ കഴിക്കാൻ. എന്തൊരു അനുഭവമായിരുന്നു ഇത്. പക്ഷെ ഇതായിരുന്നു നമ്മളുടെ മലയാളികളുടെ, എനിക്ക് തോന്നുന്നു. അതോ വേറെ കാര്യം എനിക്ക് പ്രത്യേകിച്ച് അഭിമാനത്തോടെ പറയാനുള്ളത്, ഇത് ഒരിക്കലും ഒരു മതത്തിൻ്റെ ആഘോഷമായിരുന്നില്ല. എപ്പോൾ പോയാലും എല്ലാ മതത്തിൻ്റെ മലയാളികളും ഒന്നുപോലെ ഇത് ആഘോഷിക്കലും പങ്കെടുക്കലും സംസാരിക്കലും ആ പരസ്പരമുള്ള ആ സ്നേഹം, ഇതാണ് എൻ്റെ അഭിപ്രായത്തെ. ഇതിനെക്കുറിച്ച് കുറേ എഴുതിയിട്ടുണ്ട്, കുറേ പ്രഭാഷണം ചെയ്തിട്ടുണ്ട്, വിദേശത്തിലും നോർത്ത് ഇന്ത്യയിലുമൊക്കെ. എനിക്ക് നാണക്കേടില്ലേ പറയാൻ, നിങ്ങളൊക്കെ ഞങ്ങളെപ്പോലെ കൂടുതലാവണം, ഞങ്ങളെ നിങ്ങളെപ്പോലെ ആക്കണ്ട എന്നാണ് ഞാൻ അവരോട് പറയാം. അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങ് ഈ ആദ്യമായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ മിക്ക പെൺകുട്ടികൾക്കും അങ്ങേ ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല അന്ന് ഒരു രക്ഷയില്ലാത്ത മുടിഞ്ഞ ഗ്ലാമറായിരുന്നു. അയ്യോ, ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഈ രാഷ്ട്രീയ രംഗത്ത് പയറ്റിയതിന് ശേഷം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പ്രണയം മനുഷ്യരിൽ മാത്രമല്ല, ഈ അടുത്ത സമയത്ത് അങ്ങ് ഈ മുറ്റത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ മടിയിൽ ഒരു കുരങ്ങ് കയറിയിരിക്കുന്ന കണ്ടു. കുരങ്ങിനും പ്രണയം ഡോക്ടർ തരൂരിനോട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും എല്ലാ രാവിലെയും അങ്ങ് എൻജോയ് ചെയ്തോ അത്? വീട്ടിൽ കുറച്ചു നേരം കുരങ്ങ് അവിടെ മടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. കുറേ ഇരുന്നെന്ന് മാത്രമല്ല, എല്ലാവരും പറഞ്ഞു ഇളകരുത്, ഇത് കടിച്ചാലോ പിന്നെ നമ്മളെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്താലോ പെട്ടുപോയി. കാരണം റേബീസിന്റെ 14 ദിവസം ഫോട്ടോ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം മിണ്ടാണ്ടിരുന്നു, കുരങ്ങ് മിണ്ടാണ്ടിരുന്നു സുഖമായിട്ട് ശരി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പ്രവർത്തിക്കുന്നവരോടൊന്നൊരു കണ്ണ് കാറ്റിയ ശേഷം അവർ കുറച്ച് പഴം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഒരു പഴം കൊടുത്തു ഇയാൾക്ക്, ഉടനെ കഴിച്ചു. രണ്ടാമത്തെ പഴം കുറച്ചും കൂടി മെല്ലെ കഴിച്ചു.
അത് കഴിഞ്ഞ് മൂന്നാമത്തെ പോയം വേണ്ട, അങ്ങനെ എൻ്റെ മടിയിലിരുന്ന് തല എൻ്റെ ചെസ്റ്റിൽ വെച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. അത് ഞാൻ പറഞ്ഞു, എനിക്കിന്ന് ജോലിക്ക് പോകണ്ടേ, ഇന്ന് പാർലമെന്റ് മതിയോ, അങ്ങനെ ഇരുന്നാൽ മതിയോ. അപ്പം ഞാൻ മെല്ലെ എണീക്കാൻ ശ്രമിച്ചപ്പോൾ ഒരേ ഒരു ചാട്ടത്തോടെ ഈ കുരങ്ങനെ ചാടിപ്പോയി. പക്ഷേ ഇതിൻ്റെ അതിശയം എന്താ പറയുക, ഞാൻ ഈ ഒരേ സ്ഥലം 15 വർഷം താമസിച്ചൊരു വീടാണ്. എല്ലാ രാവിലെയും ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ അവിടെ ഇരുന്നിട്ട് പത്രം വായിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 15 വർഷം ഒരിക്കലും ഇത് കണ്ടിട്ടില്ല, ഈ കുരങ്ങൻ കണ്ടില്ല. ഏത് കുരങ്ങൻ? ആദ്യത്തെ തവണ മാത്രമല്ല, തിരിച്ചു വന്നത്. ഈ പക്ഷേ എതിർ പാർട്ടിക്കാരും എല്ലാം വിട്ടതായിരിക്കൂ, കാര്യം വല്ല റാബീസോലും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ പാമ്പാണ്, കുരങ്ങല്ല. അത് സൂപ്പറായി. അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. അതായത് അങ്ങ് ബേസിക്കലി ഒരു എഴുത്തുകാരനായതുകൊണ്ട് അങ്ങയുടെ മനസ്സ് ഒരുപാട് റൊമാൻറ്റിക്കാണ്. സമ്മതിക്കുന്നുണ്ടല്ലോ? സമ്മതിച്ചു. അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നൊരു സംഭവം എനിക്കൊന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഡൽഹിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് പുരുഷന്മാരെ പള്ളിക്കൂടത്തിലാണ് പഠിച്ചത്. പക്ഷേ അപ്പുറത്തെ വനിതാ കോളേജിൽ നിന്നൊക്കെ ക്യൂ പാലിച്ച് പെൺകുട്ടികൾ വരുമായിരുന്നെന്നോ ഡോക്ടർ തരൂരുമായിട്ട് സംഗമിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ല, അതൊക്കെ സാധ്യമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് കാരണം കൂടി ഉണ്ടായിരുന്നു ഈ സമ്പർക്കത്തിന്. കാരണം ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രസിദ്ധപ്പെട്ട നാടകത്തിൻ്റെ സൊസൈറ്റികൾ 2 ഉണ്ടായിരുന്നു, ഷേക്സ്പിയർ സൊസൈറ്റിയും ഡ്രമാറ്റിക് സൊസൈറ്റിയും. 2ലും ഞങ്ങൾക്ക് മഹിളകൾ എവിടെ നിന്ന് കിട്ടും? ആണ് പെണ്ണുവേഷം കെട്ടി അഭിനയിക്കുന്നത് ആരും സീരിയസ് എടുക്കില്ല. അപ്പം ഞങ്ങൾ മിരാൻഡ ഹൗസ് കോളേജിൽ നിന്നാണ് ഞങ്ങളുടെ സ്ത്രീകളെ എടുക്കുക. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര കളിച്ചു. പ്രസിദ്ധ ഡയറക്ടറായ മീര നായർ ആയിരുന്നു എൻ്റെ ക്ലിയോപാട്ര. തരൂരായിരുന്നു ആന്റണി, ഞാനായിരുന്നു ആന്റണി. യെസ്, കലക്കി. ഓക്കെ, ക്ലിയോപാട്ര ആയിരുന്നു പ്രധാനം. ഈ ഒരു ക്ലിയോപാട്രയിൽ അഭിനയിച്ചതിന് ശേഷം പിന്നെ ക്ലിയോപാട്രമാരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായോ? അയ്യോ, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അല്ല, എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഡോക്ടർ ശശി തരൂരുമായിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പായിരുന്നു ഞാൻ സംസാരിച്ചതിന് കുറച്ചുകൂടെ കൃത്യമായ റിപ്ലൈ കിട്ടിയേനെ. ഈ രാഷ്ട്രീയം അങ്ങേക്ക് പരിമിതി ഉണ്ടാക്കുന്നുണ്ടോ? കുറച്ച് പിള്ളേരെ പരിമിതി ഉണ്ടാക്കി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഞാൻ ആദ്യം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഞാൻ വായ പൊളിച്ചാൽ വിവാദമായിരുന്നു. ആദ്യത്തെ എൻ്റെ 1 വർഷം രാഷ്ട്രീയത്തിൽ, അവസാനത്തെ വിവാദം കഴിഞ്ഞ് 1 കൊല്ലം കൊണ്ട് അങ്ങ് കളി പഠിച്ചു, രാജിവെച്ച് മാറി നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശരി, നമ്മൾ തല താത്തി രാഷ്ട്രീയം എന്നെ പ്രവർത്തനം എന്നെ ചെയ്യാം. അതോടെ മാറി, നമ്മളുടെ ഇമേജും മാറി, നമ്മളുടെ എല്ലാ വിധത്തിലും ഈ വിവാദക്കാരനായിട്ട് എന്നെ കാണാനുള്ള കുഴപ്പം ചുരുങ്ങി. ചിലവരെപ്പോഴും അങ്ങനെ ഇപ്പോഴും മറന്നുകൊണ്ടിരിക്കും. പക്ഷെ അത്ര മോശം. പക്ഷെ അതിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയട്ടെ. താങ്കൾ ആരംഭിച്ച പോയിന്റ് ഹ്യൂമറും തമാശയും കാര്യങ്ങളൊക്കെ. ഇന്ന് രാവിലത്തെ സെഷൻ ഒരു ഹ്യൂമറസ് സെഷനായിരുന്നു. ഒക്കെ ജോക്കും വിറ്റുമായിരുന്നു, എല്ലാവരും ഇഷ്ടപ്പെട്ടു, ചിരിച്ചു. അല്ല, എൻ്റെ അതിനിടയിൽ ഞാൻ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയട്ടെ, അങ്ങോട്ട് റിക്വസ്റ്റ്. യഥാർത്ഥത്തിൽ അങ്ങയുടെ സീരിയസ് ആയിട്ടുള്ള കൃതികളും ഒക്കെ വായിച്ച ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരുപാട് പേരിരിപ്പുണ്ട്, ഇംഗ്ലീഷും മലയാളത്തിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങയിലെ ഫലിതക്കാരൻ പുറത്തു വരണം, കാലഘട്ടത്തിന് അത് ആവശ്യമുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടും കൂടിയുണ്ട് ശ്രീകണ്ഠജി. ഞാൻ എഴുതി പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഹ്യൂമർ ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നമ്മൾക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിരിക്കാൻ വയ്യായ. പണ്ട് കാലത്തൊക്കെ മഹാത്മാഗാന്ധിയുടെയൊക്കെ എന്തായിരുന്നു വിറ്റ്. അദ്ദേഹം എന്ത് പറഞ്ഞു? പിന്നെ അദ്ദേഹം ഈ മുണ്ട് മാത്രം മുട്ടിട്ട് നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കിങ് എംപററിനെ കാണാൻ പോയപ്പോൾ ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ചോദിച്ചു, എന്താണിത് മിസ്റ്റർ ഗാന്ധി, ഡു യു തിങ്ക് യു വെയറിങ് ഇനഫ് ഫോർ ദിസ് ഒക്കേഷൻ? നിങ്ങൾ ഇട്ട കുപ്പായം മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ച് പറഞ്ഞു, രാജാവ് ഞങ്ങൾ 2 പേർക്കും വേണ്ടിയുള്ള കുപ്പായം ഇട്ടിട്ടുണ്ടാവും, എനിക്ക് സംശയമില്ല. ഐ തിങ്ക് ഹിസ് മാജസ്റ്റി വിൽ വെയർ ഇനഫ് ഫോർ ദ 2 of us. ഇത് മഹാത്മാഗാന്ധിയാണ് ജോക്ക് അടിച്ചത്. അതുപോലെ തന്നെ പലവരും. പിന്നെ നെഹ്റു അമേരിക്കയിൽ ആദ്യ തവണ പോയപ്പോൾ ഒരു കൾച്ചർ ഷോക്ക് ഉണ്ടായിരുന്നു. എന്താണ് അമേരിക്കൻ രാജ്യം? അപ്പോൾ അത് ഉടനെ പറഞ്ഞു, വൺ ഷുഡ് നെവർ വിസിറ്റ് അമേരിക്ക ഫോർ ദ ഫസ്റ്റ് ടൈം. ആരും ഒരിക്കലും അമേരിക്കയിൽ ആദ്യത്തെ പ്രാവശ്യം പോകരുത്, അത്രത്തോളം ഞെട്ടിപ്പോകുന്നു ഇന്ത്യക്കാർ വന്നാൽ. ഇങ്ങനെയുള്ള ഹ്യൂമർ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഭയങ്കരമായി ചുരുങ്ങി. സരോജിനി നായിഡു എന്താ പറഞ്ഞ്, ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് us to keep the Mahatma in poverty? അദ്ദേഹം ഒരു പാവപ്പെട്ട ആളായിട്ട് 3rd ക്ലാസ് പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടി ആ സമയത്ത് ഫുൾ 3rd ക്ലാസ്സിൻ്റെ ടിക്കറ്റ് മേടിച്ചിട്ട് എടുത്തിട്ട് അവർ ആൾക്കാർ ഇരുത്തായിരുന്നു. അപ്പം നമ്മൾക്ക് കൂടുതൽ ചിലവാണ് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സരോജിനി നായിഡു വിറ്റ്. ഞാൻ ഇടയ്ക്ക് ആരെങ്കിലും പറഞ്ഞു ഒരു കാര്യമില്ല. മാത്രമല്ല, രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടെ ഫലിതം വരണം. കാര്യം അങ്ങനെയാണെങ്കിൽ പല അടികളും ഒക്കെ മാറി കിട്ടിയെന്നെ. കാര്യം ആര് മുഖ്യമന്ത്രിയാകണമെന്നുള്ള പ്രശ്നങ്ങളൊന്നും പിന്നെ വരത്തേയില്ല, തമാശ ഉണ്ടെങ്കിൽ. ഇതൊക്കെ ഒരു ഫലിതമായിട്ട് കണ്ടാൽ പോരെ. ഞങ്ങൾ TV ചാനലിൽ ഇരുന്ന്
ഓരോരുത്തരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ഇന്ന് നമുക്ക് ഇന്ന് നിങ്ങൾ ആൾക്കാർ ചോദിച്ചു, ഞാൻ പറഞ്ഞു അല്ല, അങ്ങ് മുഖ്യമന്ത്രിയാണോ എന്ന് ചോദിച്ചോ ആരെങ്കിലും? ഞാൻ ഒരു ആ ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ അവർ ഈ മുഖ്യമന്ത്രി വിവാദത്തെക്കുറിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു, രാഷ്ട്രീയത്തിൽ നമ്മളുടെ കടമ എന്താണ്? കേരളത്തിൻ്റെ ജനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മളുടെ ചിന്ത. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വയം കാര്യത്തിന് വേണ്ടി ചിന്തിക്കുന്നതല്ല. അപ്പോൾ എനിക്ക് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പാർട്ടികളുടെ ഉത്തരവാദിത്വം ഇതാണ്. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആരാ ചിന്തിക്കുന്നത്? കേരളത്തെ യുവാക്കളെക്കുറിച്ച് ആരാ ചിന്തിക്കുന്നത്? എങ്ങനെയാണ് നമ്മളുടെ ഈ നാടിൻ്റെ മക്കളെ ഈ സംസ്ഥാനത്തിന് മുടുക്കി വിടാതിരിക്കാൻ, നമ്മൾക്കിവിടെ തൊഴിലില്ല അവർക്ക് കൊടുക്കാൻ, ഇതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിൽ ആര് എന്ത് വന്നു, എന്താ പ്രശ്നം? അവസാനത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ, ഈ സംസ്ഥാനം നന്നാവട്ടെ. മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പം ഡോക്ടർ ശശി തരൂർ മുഖ്യമന്ത്രിയാകണം എന്ന് ഞാൻ 24-ൽ പറഞ്ഞാൽ അങ്ങേ ഒരു ലെവലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ. അങ്ങ് സൂക്ഷിക്കണം, ഒരു ട്രാപ്പിൽ പെടുത്തുക. ഒരു ട്രാപ്പിൽ പെടുത്തുക. അപ്പോൾ അങ്ങ് അത് വിശ്വസിച്ച് പോയാൽ തീർന്നു. എന്റെ ജോലി പാർലമെന്റ്. അങ്ങ് ചെറുപ്പകാലത്ത് എഴുതിയ ഒരു സാഹിത്യത്തിലൂടെ കടന്നു പോയപ്പോഴേ അങ്ങ് ഒരു ചെറിയ ഈശ്വരവിശ്വാസമുള്ള ഒരാളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം വിശ്വാസം കുറച്ച് കുറഞ്ഞിട്ടുള്ളതായി കാണുന്നു. അല്ലെ, ഈ വിശ്വാസം, ഈശ്വരവിശ്വാസം തീരെ കുറഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എല്ലാ ദിവസവും അങ്ങ് വിശ്വാസിയാണോ? ഒറ്റ ചോദ്യം. അത് വിശ്വാസിയാണ്. ഇത് എൻ്റെ ഒരു സംശയം വന്നതെന്ന് അറിയാമോ, ഈ തിരുവനന്തപുരം പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിലൊക്കെ കഴിഞ്ഞ തവണയൊക്കെ മത്സരം കടുത്തല്ലോ. മത്സരം കടുത്തുപോയി ആരാലും വിശ്വസിച്ചു പോകുമല്ലോ. അങ്ങനെ ഈശ്വരനെ വിശ്വസിച്ചാണോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. അല്ലല്ല, എൻ്റെ ഈശ്വര വിശ്വാസം ഒരു പുതിയ കാര്യമല്ല എന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ പുസ്തകത്തിലും കൂടി എഴുതിയിട്ടുണ്ട് എന്തായിരുന്നു എൻ്റെ വിശ്വാസം എന്ന്. എൻ്റെ 28 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്ത ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ടത്തിൽ കാണാം. അത് 2-3 പേജ് ഉണ്ടായിരുന്നു. പിന്നെ ഈ BJP ഭരണത്തെ വന്നിട്ട് ഹിന്ദു മതത്തിൻ്റെ അവർ സംസാരിക്കുന്ന, അവർ പ്രചരണം ചെയ്യുന്ന ഒരു വിശ്വാസം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഈ 3 പേജിൻ്റെ പകരം ഒരു 400 പേജിൻ്റെ പുസ്തകം എഴുതി ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവാണെന്ന് പറയാൻ. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? എനിക്ക് ചൂണ്ടിക്കാണും, ഞാൻ ഹിന്ദു മതത്തിൽ വളർന്നൊരു വ്യക്തിയായിട്ടും ആ കൾച്ചറുണ്ട്, പ്രാർത്ഥിച്ച വ്യക്തിയായിട്ടും പഠിച്ച വ്യക്തിയായിട്ടും. വിവേകാനന്ദ എപ്പോഴും പറയുമല്ലോ, ജ്ഞാനയോഗയുണ്ട്, ഭക്തിയോഗയുണ്ട്. ഭക്തി മാത്രമല്ല, നമുക്ക് ജ്ഞാനം ഉണ്ടാവും. വായിക്കുക, പഠിക്കുക, രാജയോഗ അകത്തിൽ പഠിക്കുക, അവസാനത്തിൽ കർമ്മയോഗ സേവനം ചെയ്തിട്ട് നമ്മൾ ദൈവത്തിന് അടുത്ത് വരാം. അപ്പം അങ്ങനെയുള്ള ഒരു ഹിന്ദുവായിട്ട് എനിക്ക് എൻ്റെ ഹിന്ദു മതത്തെക്കുറിച്ച് പറയട്ടെ പറഞ്ഞാൽ ഞാൻ എഴുതിയത്. അപ്പോൾ അത് വായിച്ചവർക്ക് അറിയാം എൻ്റെ മതം എന്താണ്, എൻ്റെ വിശ്വാസം അറിയാമല്ലേ. പക്ഷേ എനിക്ക് ഇതുവരെ ഈ പുസ്തകം എഴുതുന്ന വരെ എനിക്ക് പബ്ലിക്ലി കാണിക്കാൻ ഒരു ആവശ്യം തോന്നിയില്ല. കാരണം മതം നമ്മളുടെ ദൈവത്തിൻ്റെ ഇടയിൽ ഒരു ബന്ധമല്ലേ, അതെന്തിനാണ് മറ്റേവർക്ക് കാണേണ്ട കാര്യമില്ല. ഞാൻ കൂടുതൽ എൻ്റെ വീട്ടിൻ്റെ പൂജാമുറിയിലാണ് പ്രാർത്ഥിക്കാൻ, ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ അത്ര അത്യാവശ്യം തോന്നിയിട്ടില്ല. അങ്ങ് മുംബൈ പഠിക്കുന്ന കാലത്ത് ഋഷി കപൂർ അങ്ങയോട് ജാതി ചോദിച്ചു. അങ്ങ് ബ്രാഹ്മണല്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല എന്നൊരു ബാല്യകാല കഥ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ജാതിമത ചിന്തകൾ ഡോക്ടർ തരൂരിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്? എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് ജാതി മതത്തിനെ കുറിച്ചൊന്നും അറിയാതെയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം, ഞാൻ ബോംബെയിലായിരുന്നു കുട്ടിക്കാലം, ആദ്യത്തെ 10-12 വർഷം. 2 വർഷം ലണ്ടനിൽ ഞാൻ ബേബി ആയിരുന്നു. അവിടെ ജനിച്ചു ലണ്ടനിൽ. പിന്നെ ഞങ്ങൾ ബോംബെക്ക് മാറി 2.5 പ്രായത്തിൽ. അപ്പോൾ ആ സമയം മുതൽക്ക് എൻ്റെ വീട്ടിൽ കളിക്കാൻ വരുന്ന കുട്ടികളും എൻ്റെ സുഹൃത്തുക്കാരും എല്ലാവർക്കും, പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നതിൽ എല്ലാ മതത്തിൻ്റെ ആൾക്കാരുണ്ട്. ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, സിഖ്സ് ഉണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു, ഹിന്ദുസ് ഉണ്ടായിരുന്നു, ജൂ, പാർസി അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ സമയം എൻ്റെ അച്ഛനോ അമ്മയോ ഈ വീട്ടിൽ വന്ന ഒരു കുട്ടിയെക്കുറിച്ച്, അവർ മതമോ അവർ ജാതിയെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടിയില്ല. എൻ്റെ അച്ഛൻ തന്നെ വളർന്നിരിക്കുന്നത് പാലക്കാട്, 2 പേരും വളർന്നിരിക്കുന്നത് പാലക്കാട്. പക്ഷേ അച്ഛൻ ചെറുപ്പത്തിലെ ഒരു ഭയങ്കര നാഷണലിസം, 12 വയസ്സിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഒരു സമരമൊക്കെ നടത്തി ഗ്രാമത്തിൽ മാർച്ച് ചെയ്തത് 12 വയസ്സായ കുട്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം വിക്ടോറിയ കോളേജ് പാലക്കാടിൽ പഠിക്കാൻ പോകുമ്പോൾ പിന്നെ അദ്ദേഹം ജാതി പേരിനെ ഉപേക്ഷിച്ചു. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനെ കാണുന്നത് തരൂർ ചന്ദ്രശേഖരൻ നായർ തന്നെയാണ്. പക്ഷേ കോളേജ് എത്തിയ ശേഷം വെറും തരൂർ ചന്ദ്രൻ, ടി ചന്ദ്രൻ അങ്ങനെ ആയിട്ടാണ് മാറി വന്നത്. ഇത് പല മലയാളികളും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യമാണ്, അതിശയമല്ല. പക്ഷെ പറയണത്, അദ്ദേഹം പറഞ്ഞു ഗാന്ധിജിയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ജാതി, അംബേദ്കറൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ജാതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് കൂടുതൽ. അപ്പോൾ അത് ഇടാൻ ആവശ്യമില്ല. പിന്നെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയ ശേഷം, മൂത്ത ജ്യേഷ്ഠൻ ഇംഗ്ലണ്ട് ജോലി എടുക്കായിരുന്നു, പിന്നെ ഇളയ സഹോദരന്മാരെ കൊണ്ടുവന്നു. അവിടെ പോയപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ശേഷം ഭയങ്കര റാഷനിങ്ങിൻ്റെ പ്രശ്നമായിരുന്നു.
അപ്പോൾ ശരിക്കും ഒരു ബ്രെഡ് മേടിക്കാനോ ഒരു ന്യൂസ് പേപ്പർ മേടിക്കാൻ എല്ലാറ്റും നമ്മൾ 2-3 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ട് റേഷൻ ഫോം സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പെർമിഷൻ കിട്ടിയിട്ടാണ് ബ്രെഡ് കിട്ടിയത്. 1948-49 കഥയാണത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനും അച്ഛനും 2 ഇളയ സഹോദരന്മാരും കൂടി ലൈനിൽ നിന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ നിന്ന ശേഷം അവർ ഫോം റിജക്റ്റ് ആവും. എന്താ കാരണം? ആ ഇംഗ്ലീഷ് സ്ത്രീകൾ ചോദിക്കും, ഓൺലി 1 ഫാമിലി പെർ ഫോം. ഇതേപോലെ ഞങ്ങൾ ബ്രദേഴ്സാണ്, ഒരേ ഒരു ഫാമിലിയാണ്, ബ്രദേഴ്സ്. അപ്പോൾ അവർ കാണും തരൂർ ചന്ദ്രൻ, തരൂർ രാധാകൃഷ്ണൻ, തരൂർ ഭാസ്കരൻ. ഡു യു ഹാവ് ഡിഫറെൻറ്റ് ഫാദേഴ്സ്? അച്ഛന്മാർ ചോദിക്കണം. അവർ മനസ്സിലായി ഇംഗ്ലണ്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ സർനെയിം അത്യാവശ്യമാണ്, കുടുംബ പേര് അത്യാവശ്യം. അപ്പോൾ അവർ നോട്ടറി പബ്ലിക്കിൽ പോയിട്ട് അവർ പേരിന് റിവേഴ്സ് ചെയ്തു. അങ്ങനെയാണ് തരൂര് ഒരു വീട്ടുപേരായിരുന്ന തരൂര് സഡൻലി ഒരു ഒരു സർനെയിമായി മാറി വന്നു. അതുമീതെ കൺഫ്യൂഷൻ. എൻ്റെ അമ്മയെ വന്ന് ഗ്രാമത്തിൽ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകുമ്പോൾ പാസ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ അമ്മ പോയി മിസ്സിസ് തരൂറായി. ഓക്കെ, അത് മലയാളികൾക്ക് ആ കാലത്ത് പ്രത്യേകിച്ച് അത് ചെയ്യാറില്ല. പിന്നെ ഞാൻ ജനിച്ചപ്പോൾ ഞാൻ ശശി തരൂറായി, എൻ്റെ സഹോദരി പറഞ്ഞു. അങ്ങനെയാണ് തരൂർ ഒരു ഇത് സ്ഥലത്തിൻ്റെ പേരല്ല പറഞ്ഞു. ഞങ്ങൾ തരൂർ നഗരത്തിലോ ടൗണിലോ ഞങ്ങൾ പോയിട്ടേ ഇല്ല, ഒരു ബന്ധുവില്ല. ഇത് അച്ഛൻ്റെ കുടുംബ വീട് ചിറ്റലഞ്ചേരി തരൂർ. അങ്ങേക്ക് ഈ ഡോക്ടറേറ്റ് പദവിയൊക്കെ വളരെ കുട്ടിക്കാലത്ത് കിട്ടിയുള്ളൂ. കാരണം കേരളത്തിലേക്ക് അന്ന് വളരെ കുറച്ച് ഡോക്ടർമാരേ ഉള്ളൂ. ഡോക്ടർമാരെ ഞാൻ ഉദ്ദേശിച്ച് PhD ഡോക്ടർമാർ. അപ്പോൾ ഈ കുപ്പി മരുന്നുമൊക്കെ ആയിട്ട് തരൂരെ വീട്ടിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ടോ? ചികിത്സിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അല്ല, അന്ന് ചെറിയ കുറച്ച് പേരല്ലേ ഉള്ളൂ. അല്ല, ഞാൻ ആർക്കും ഉപയോഗമില്ലാത്തൊരു ഡോക്ടറാണ്. അല്ല, രാഷ്ട്രീയ വഴിക്ക് ഉപയോഗമുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ടു ഹെൽപ്പ്. പക്ഷേ ഞാനൊരു ചികിത്സ ചെയ്യാൻ വലിയ റെക്കമെൻഡേഷൻ ചെയ്യാത്ത ആളാണ്. ഞാൻ പറയും എല്ലാവരോടും, ഡോക്ടറെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരരുത്, ഡോക്ടറെ പോയി കണ്ടോളൂ. ഞാൻ വേറെ വല്ല കാര്യം ഉപദേശം തരാനുണ്ടെങ്കിലോ ചില അറിവിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിലോ നോക്കണം. അങ്ങ് ഇനി ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ ആരായിരുന്നു. അത് ഞെട്ടരുത്. അതായത് ഞാൻ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ അവിടെ പോയിരുന്ന അവിടുത്തെ ഒരു സംഘം ആൾക്കാരെ ഉത്സാഹ കമ്മിറ്റിയൊക്കെ സംഘടിപ്പിച്ചിരുന്നിട്ട് അവിടെ ഒരു മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ പങ്കെടുപ്പിച്ചിട്ട് ഒരു ടെലിവിഷൻ ഒരു വലിയൊരു ഫിലിം അവാർഡ് ഒരു ഷോ സംഘടിപ്പിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അതിനകത്ത് അവിടെ സൗദി ഗസറ്റിൻ്റെ പത്രത്തിൻ്റെ പത്രാധിപരായ ഖാലിദ് മൈന എന്ന് പറയുന്ന പത്രാധിപരോട് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങേക്കറിയാമല്ലോ ഖാലിദ് മൈനെ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, വൈ ഡോണ്ട് യു ഇൻവൈറ്റ് ഡോക്ടർ തരൂർ ഫോർ എ ലെക്ചർ? ഞാൻ പറഞ്ഞു, ഇതൊക്കെ കാശ് കൊടുത്ത് ആരെങ്കിലും കാണാൻ വരുമോ? ടിക്കറ്റ് വെച്ചുള്ള ഒരു ഷോയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു ആളുകൾ വരും. ഞാൻ പറഞ്ഞു, മലയാളീസ് നോ 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 അവർ ഗൈസ് അവർ പീപ്പിൾ വിൽ കം ആൻഡ് ലിസൺ ടു ഹിം. അപ്പോൾ എൻ്റെ അറിവിൽ ലോകത്ത് ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങിച്ച പ്രഭാഷകനായിട്ട് ഡോക്ടർ തരൂർ റേറ്റ് ചെയ്യപ്പെടും. $50,000. കറക്റ്റാണ്. അത് ഒരു 20 വർഷം മുമ്പ് ഞാൻ അവിടെ തന്നെ താമസിക്കുന്നത്. ഇപ്പൊ ഒരു 1 ലക്ഷമായിട്ടുണ്ടാവും. അതൊക്കെ വിട്ടു. ആ കാലത്ത് 50,000 കിട്ടില്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഇനി കൂടി ഇൻഫ്ലേഷനൊക്കെ വരുമ്പോഴേക്കും അത് 1 ലക്ഷമായിട്ട് ഒരു സുഹൃത്ത് എന്നോട് ഈ $50,000 US ആണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇനി ഒരു പ്രസംഗത്തിനും കാശ് വാങ്ങിക്കത്തില്ലെന്ന് തീരുമാനിച്ചു. എൻ്റെ റേറ്റ് 500 രൂപയാണ്. അപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ, കാരണം ഡോക്ടർ ശശി തരൂർ ഏറ്റവും ഡിമാൻഡുള്ള ഒരു പ്രഭാഷകനാണ് കേരളത്തിൽ, നിങ്ങൾക്കറിയാം. ഡോക്ടർ സുകുമാർ അഴീക്കോട് പോയതിന് ശേഷം വേദിയിൽ ഇങ്ങനെ ലോകത്തിലെ കാര്യങ്ങൾ ഇത്രയും ആശയഗാംഭീര്യത്തോടെ അവതരിപ്പിക്കുന്ന മറ്റ് പ്രസംഗം നമുക്ക് കുറവാണ്. കേരളത്തിൽ ഒരു പൈസ പോലും ആരും അദ്ദേഹത്തിന് ഓഫർ ചെയ്തില്ല. ആ മണ്ടത്തിലൊന്നും ആരും കാണിച്ചിട്ടുമില്ല. അപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല. അല്ല, എപ്പോഴെങ്കിലും ഈ പണമൊക്കെ എന്തോ ചെയ്യുക, ഈ വിദേശത്തൊക്കെ വാങ്ങിച്ച പൈസയൊക്കെ? അയ്യോ, എനിക്ക് ഡൽഹിയിൽ 7 ശമ്പളവും കേരളത്തിൽ ശമ്പളം കൊടുക്കണ്ടേ? നമുക്ക് 2 സ്ഥലത്തും. അല്ല, അങ്ങനെയാ ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച മനുഷ്യൻ പ്രസംഗത്തിലൂടെ. പക്ഷെ അത് പ്രഭാഷണം ചെയ്തിട്ടല്ല, അല്ല എഴുത്തുന്ന പൈസ. പ്രസംഗത്തിൽ നിന്നുള്ള വരുമാനത്തെ ഇപ്പൊ കൊടുക്കണ്ട, ഇനി ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. പ്രസംഗത്തിൽ നിന്നുള്ള വരുമാനം ആരും ചോദിച്ചിട്ടില്ല ഈ കാര്യം. ഒരു സ്വകാര്യ കമ്പനി ഒരു സ്വകാര്യ ഫംഗ്ഷന് വേണ്ടി വിളിച്ചാൽ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ മിനിമം ഒരു കോൺട്രിബ്യൂഷൻ ആവശ്യപ്പെടും. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരിൽ ചെറിയൊരു ഫൗണ്ടേഷൻ നടത്തുന്നുണ്ട്. ഈ ഫൗണ്ടേഷൻ വഴിക്ക് ഞാൻ വെറും ചാരിറ്റി മാത്രമേ ചെയ്യുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കൂടി എടുക്കില്ല. എൻ്റെ ഒപ്പം തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന MP സ്റ്റാഫും കൂടിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം അഭിമാനത്തോടെ പറയട്ടെ, ഞാൻ ഒരാളുടെ പൈസ പിരിച്ചിട്ടില്ല ഇതിന് വേണ്ടിയിട്ട്. ഇല്ല, ചിലവർ എനിക്ക് ഞങ്ങൾ ഫീ എന്താണ് തരാൻ തയ്യാറാണെങ്കിൽ ഈ ഫൗണ്ടേഷൻ കൊടുത്തോളൂ. പക്ഷേ ഇത് കേരളത്തിന് ബാധകമല്ല. ഞങ്ങൾ അങ്ങേക്ക് പൈസ തന്ന അങ്ങേ ബുദ്ധിമുട്ടിക്കത്തില്ല. കേരളത്തിലും കൂടി ചില അവാർഡ്സ് തരുമ്പോൾ അതിനൊപ്പം ഒരു 20,000 ഒരു 50,000 1 ലക്ഷത്തിൻ്റെ ഒരു ക്യാഷ് പ്രൈസും ഉണ്ടാവാം. ഞാൻ ക്യാഷ് പ്രൈസ് വേണ്ട പറയില്ല, പക്ഷേ ഫൗണ്ടേഷന് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ രഹസ്യമായിട്ട് അങ്ങൊന്ന് കാണണം. കാര്യം എന്ന് വെച്ചാൽ അങ്ങേക്ക് പൈസ തന്നാൽ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ തരൂർജി,
ഞാൻ പറയുന്നത് എന്നെ മേടിക്കാൻ സാധിക്കില്ല, വാങ്ങാൻ സാധിക്കില്ല, വിൽപ്പനയ്ക്കല്ല. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ കുറേ രാഷ്ട്രീയത്തിൽ കുറച്ച് കാലമായി, അപ്പോൾ ചിലപ്പോൾ കെ മുരളീധരൻ ഈയിടയ്ക്ക് പറയുന്നിട്ട് പുള്ളി ഇനി മത്സരിക്കുന്നില്ലെന്ന്. അത് അയ്യോ അച്ഛാ പോകലെന്ന് പണ്ട് സിനിമയെ പറഞ്ഞല്ലേ, മത്സരിക്കണമെന്ന് നമ്മൾ പറയാൻ വേണ്ടിയാണോ കെ മുരളീധരൻ പറയുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമ്മൾ പറയുന്നില്ല, രഹസ്യമായിട്ടിരിക്കട്ടെ. അപ്പോൾ ഡോക്ടർ തരൂരിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണ്? ഇങ്ങനെ കുറേ കാലം പോകട്ടെന്നാണോ? അല്ല, കാര്യം നവാഗത പ്രതിഭകൾ വരണമെന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങി. ചിലവർക്ക് ചില ആവശ്യങ്ങൾ എന്നെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു തുറന്ന് മനസ്സ് വെക്കണം എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. നമ്മളുടെ ആവശ്യം വന്നാൽ എന്താണ് ആ ജെയിംസ് ബോണ്ടിൻ്റെ വരി എന്നാൽ നെവർ സേ നെവർ. ഇപ്പോൾ ഒരിക്കലും ചെയ്യില്ല എന്നൊന്നും പറയാൻ പാടില്ല. പക്ഷേ നോക്കൂ, ഞാൻ എൻ്റെ ആത്മാർത്ഥമായുള്ള സേവനം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോക്സഭാ പ്രതിനിധിയായിട്ട് എനിക്ക് ഈ 4 ടേമിലെല്ലാം ചെയ്യാൻ സാധിച്ചതിന് കുറേ അഭിമാനമുണ്ട്. ഞാൻ വലിയ റിപ്പോർട്ടൊക്കെ ഇറക്കി കഴിഞ്ഞ തരപ്പിൽ. ഇനി ഒരു 5ാം തവണ ചെയ്താൽ ഞാൻ എന്താ കൂടുതൽ ചെയ്യാൻ സാധിക്കുക എന്നൊരു തോന്നൽ പറഞ്ഞു. നമ്മളിനി വരാം, നാളെ എപ്പോഴും പുതിയ വിഷയങ്ങൾ വരും, അപ്പോൾ അതിന് വേണ്ടി വിഷയമാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്, അത് ഞാൻ സ്പഷ്ടമായിട്ട് പറയുകയും ചെയ്തു, തിരുവനന്തപുരത്തിൽ ഒരു 5ാം തവണ മത്സരിക്കാൻ എനിക്ക് വലിയൊരു ആഗ്രഹമില്ല ലോക്സഭയിൽ. പക്ഷേ അതിൻ്റെ അർത്ഥമല്ല ഞാൻ രാഷ്ട്രീയ മേഖല വിടണമെന്ന്. വേറെ വല്ല മാർഗത്തിൽ എനിക്ക് വേറെ വല്ല മാർഗത്തിൽ സേവനം ചെയ്യാൻ എൻ്റെ പാർട്ടി ആവശ്യപ്പെട്ടാലോ ജനങ്ങൾ ആവശ്യപ്പെട്ടാലോ ഞാൻ അതിനെ റൂൾ ഔട്ട് ചെയ്യുന്നില്ല. നെവർ സേ നെവർ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ലോക്സഭ ഒരു 5ാം തവണ വലിയ ആവശ്യം തോന്നുന്നില്ല. സംസ്ഥാനത്തേക്ക് മത്സരിച്ചാലോ? വേറൊരു കാര്യം കൂടി ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ. നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി അവസരങ്ങൾ കൊടുക്കണത് ഞങ്ങൾ ചെയ്യണത് പോരാ. പലവരും നമ്മുടെ സംസ്ഥാനത്തിൽ 30 വയസ്സൊക്കെ നല്ല സ്ഥാനങ്ങൾ വന്നവർ 70ആയിട്ടും ആ സ്ഥാനങ്ങൾ വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതുപോലെ ആവണ്ട. അവർക്ക് വയസ്സാകുന്നില്ല. ഞാൻ അമ്പലേ വന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഈ 4 ടേം ചെയ്ത ശേഷം വേറെ വല്ലവർക്കൊരു അവസരം കൊടുക്കട്ടെ എന്നാണ് ഞാൻ പാർട്ടിയോട് പറയുന്നത്. എനിക്ക് ഡോക്ടർ തരൂരിനോട് വലിയ ബഹുമാനം തോന്നിയ ഒരു കാര്യം, ഇങ്ങനെ വെള്ളക്കാരെ കുറേ ചീത്ത വിളിച്ചു. അത് വെള്ളക്കാരെ ചീത്ത വിളിച്ചെന്ന് മാത്രമല്ല, വണ്ടി പിടിച്ച് ഗ്രേറ്റ് ബ്രിട്ടനിൽ പോയി അവിടെ കിടന്നാണ് ചീത്ത വിളിച്ചത്. ഈ സാഹിബിനെ ചീത്ത വിളിക്കാൻ ഇന്ത്യയിൽ നിന്ന് വേണേൽ വിളിക്കാമായിരുന്നു. പക്ഷേ അതിനൊന്നും ആനുകൂല്യം എടുത്തില്ല. അദ്ദേഹം വിമാനം പിടിച്ച് അവിടെ ലണ്ടനിൽ പോയിട്ട് തന്നെ ചീത്ത വിളിച്ചു. അതായത് വെള്ളക്കാരെ ഇവിടുന്ന് കംപ്ലീറ്റ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയാന്ന് വെള്ളക്കാരെ ഇരിക്കുന്നൊരു വേദിയിൽ തന്നെ പറഞ്ഞ ആളാണ് ഡോക്ടർ തരൂർ. അപ്പോൾ ഒരു ഓൾറൗണ്ടർ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ അങ്ങയുടെ ഈ നഗ്നം, അത് മാത്രമല്ല അത്യാവശ്യം വെള്ളക്കാരന് നല്ല ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു. നമ്മളൊക്കെ ആണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ അവന് മനസ്സിലാവത്തുമില്ലായിരുന്നു. അതിനുശേഷം ലണ്ടനിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ തടി ചീത്തയാവുന്ന അവസ്ഥ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര ഡിമാൻഡായപ്പോൾ ഞാൻ ഒരു പുസ്തകം എഴുതി ഈ ഒരേ സബ്ജക്റ്റിനെ കുറിച്ച്. ആ പുസ്തകത്തിൻ്റെ പ്രചരണം ഇംഗ്ലണ്ടിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഓഡിയൻസ് എന്ന വള്ളക്കാർ കൈയിട്ട് പറയുന്നു, ഞങ്ങൾ എങ്ങനെയാണ് ഇന്ത്യക്കാരോട് സോറി പറയുക, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒരു പ്രസിദ്ധപ്പെട്ട ഒരു ലോർഡ്, ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ MP കൂടിയായിരുന്നു, ഹൗസ് ഓഫ് ലോർഡ്സ്, ലോർഡ് റിഡ്ലി. അദ്ദേഹം ലണ്ടൻ ടൈംസ് ഒരു പൂർണ്ണ പേജ് എഴുതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ശശിധരൻ്റെ പുസ്തകം വായിച്ച ശേഷം എനിക്ക് അതിശയമുള്ളത്, ഇന്ത്യക്കാർ എങ്ങനെയാണ് നമ്മളെ ഒരിക്കലും ക്ഷമിക്കുക, നമ്മൾ അവരെ ഇങ്ങനെ ഒരിക്കലും ചെയ്യാതിരുന്നില്ല പറഞ്ഞിട്ട് ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു MP എഴുതി. ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു, പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾ തോന്നിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെരി സിംപ്ലി, എൻ്റെ വിശ്വാസമാണ് നിങ്ങളിത് വായിച്ച ശേഷം നിങ്ങളെ ഭരിക്കായിരുന്നില്ല, നിങ്ങളുടെ ഒപ്പം ട്രേഡ് ചെയ്യുമായിരുന്നു. ബ്രിട്ടീഷുകാർ ഒരു നേഷൻ ഓഫ് ഷോപ്പ് കീപ്പേഴ്സാണ് നെപ്പോളിയൻ പറഞ്ഞത്. അവർക്ക് കച്ചവടമാണ് അറിയുക, ഭരണം ചെയ്തത് ശരിയായിരുന്നില്ല എന്നാണ് അദ്ദേഹം തന്നെ സംബന്ധിച്ചത്. അപ്പം അങ്ങ് വഴിയെ നടന്നു പോയി കോഴിക്കോട് ഈ മിഠായി തെരുവിലൂടെ ഒക്കെ നടന്നു, ഒരാൾ പിടിച്ചിരുത്തി ചോദിക്കുക, നിങ്ങൾ ആരാണ് തരൂർ എന്ന് ചോദിച്ചാൽ അങ്ങ് എന്ത് പറയും? കാര്യം ഒരുപാട് മേഖലകളിൽ അങ്ങ് കൈവച്ച് വിജയം വരിച്ചിട്ടുണ്ട്. ഒരു എഴുത്തുകാരനായിട്ടാണോ, പ്രഭാഷകനായിട്ടാണോ, ഒരു ലോക്സഭാ അംഗമാണോ, മന്ത്രിയാണോ, ആരാണ് ഡോക്ടർ തരൂർ? നിങ്ങളിൽ ഏറ്റവും ശക്തൻ എന്ന് പറയുന്നത് ആരാണ്? ഒരു സംശയവുമില്ല അതിനെക്കുറിച്ച്. ഒന്നാം കാര്യം, ഞാൻ ഇപ്പം തന്നെ ഒരു മുൻ മന്ത്രി ആയിക്കഴിഞ്ഞു, നാളെ ഒരു മുൻ MP ആവും. പക്ഷെ ഒരിക്കലും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനകത്ത് പറയുകയാണ്, ഞാൻ ഒരിക്കലും ഒരു മുൻ എഴുത്തുകാരനാവില്ല. എഴുത്തുകാരൻ തന്നെ. അപ്പം അതന്നെ എൻ്റെ ഒരു ചെറിയൊരു റിഗ്രറ്റ് സത്യമായിട്ട് പറയാം. ഞാൻ എഴുത്തുകാരനാണ്, ഞാൻ മലയാളിയാണ്, പക്ഷെ ഞാൻ മലയാളി എഴുത്തുകാരനല്ല. ഞാൻ എൻ്റെ എഴുത്ത് ഇംഗ്ലീഷിലാണ്. പക്ഷെ അങ്ങനെയാണ് ജനിച്ച് ഞാൻ എപ്പോഴും പറയും, പിന്നെ നമ്മളല്ല ഒരു ഭാഷ ചൂസ് ചെയ്യുന്നത്, ഭാഷ നമ്മളെ ചൂസ് ചെയ്യണം. നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിത രീതി, നമ്മൾ എവിടെ വളർന്ന്, ആരെക്കല്ല, എങ്ങനെ ചെയ്ത്, എന്ത് പഠിച്ച്, അതൊക്കെയാണ് നമ്മുടെ ഭാഷ നമുക്ക് തീരുമാനിക്കുക. ഞാൻ അഥവാ കേരളത്തിൽ ജനിച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സംശയമില്ല, ഞാൻ അപ്പോഴും ഒരു എഴുത്തുകാരനായിട്ടാണ്, പക്ഷേ മലയാളത്തിലായിട്ട് എഴുതുന്നുണ്ടാവുക. ഞാൻ ജനിച്ച് വളർന്ന് വേറെ ഭാഗത്തായ കാരണം എനിക്ക് ഇംഗ്ലീഷിലാണ് എഴുത്ത് ആദ്യം വരിക. പക്ഷേ എനിക്ക് വലിയ സന്തോഷമുണ്ട്, എൻ്റെ പുസ്തകങ്ങളൊക്കെ മലയാളത്തിൽ ഉണ്ട്. ഇംഗ്ലീഷിൽ നന്നായി വിട്ടു പോകുന്നുണ്ടല്ലോ. അതല്ലേ
ഇംഗ്ലീഷ് നന്നായി ചെയ്യുന്നു. DC രവി ഒന്ന് അസൂയപ്പെടട്ടെന്ന് വിചാരിച്ചാ നന്നായി വിറ്റ് പോകുന്നുണ്ട്. അതല്ല, നന്നായി. അത് ഒറിജിനൽ എഴുത്തുമാണല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ഹിന്ദിയിലും അവരിപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് ഇറക്കാൻ തുടങ്ങി കഴിഞ്ഞ പുസ്തകം. നമുക്ക് ഒരു ഭാരതീയ എഴുത്തുകാരനായിട്ട് അറിയപ്പെടാനാണ് അറിയപ്പെടുന്ന ഒരു അതാണ്. ആഗ്രഹം. അപ്പൊ അങ്ങനെ ആയിരിക്കും മിഠായി തിരുവിൽ അങ്ങ് പറയുക. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, അങ്ങ് വളരെ ചെറിയ പ്രായത്തിലെ തന്നെ വിദേശ നാട്ടിലെത്തിയ ഒരാളാണ്. പാലക്കാട്ടെ തരൂർ ഗ്രാമത്തിൽ നിന്ന് അങ്ങോട്ട് തരൂർ ഗ്രാമം അല്ല ഞാൻ പറഞ്ഞില്ലേ, തരൂർ ഗ്രാമത്തിനല്ല, അല്ല, അച്ഛന്റെ തറവാട് വീടിന്റെ പേരാണ് തരൂർ. ഓക്കെ, പാലക്കാട് എന്ന് ഞാൻ മാറ്റി പറയുന്നു. അപ്പൊ അങ്ങ് മുംബൈയിലാണ് ജനിച്ചത്, വളർന്നതും ഒക്കെ അന്യ സംസ്ഥാനത്താണ്, അതൊക്കെ ശരിയാണ്. അങ്ങ് ഈ അങ്ങയുടെ ഒരു മലയാളിത്തം ഉണ്ടല്ലോ, എവിടെ പോയാലും ഒരു മലയാളിത്തം ഉണ്ട്. അപ്പൊ ആ തോന്നിയോണ്ട് ഞാൻ ചോദിച്ചതാ. ആ മലയാളിത്തം കൊണ്ട് നമ്മുടെ ഈ കോതമംഗലം എന്നൊരു സ്ഥലം ഉണ്ടല്ലോ, കോതമംഗലം അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ, അവിടെയുള്ള ഒരു അച്ചായൻ മഹാമനസ്കനാണ്. പുള്ളിക്കാരൻ ഈയിടയ്ക്ക് കാനഡയിൽ പോയപ്പോൾ ഇവിടെ ചാരായം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി അവിടെ ഇറങ്ങിയിട്ട് മന്ദാകിനി എന്ന് പേരിട്ടത് കച്ചവടം ചെയ്ത് നല്ല കച്ചവടക്കാരനാണ് അവിടെ. അപ്പോൾ ഈ മലയാളികൾ വിദേശ നാടുകളിലേക്കൊക്കെ പോകുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. മന്ദാകിനി ഇത് നല്ല പേരാ അല്ലേ? ഇവിടെ ചാരായം എന്നാണ് പറഞ്ഞിരുന്നത്, അവിടെ മന്ദാകിനി. അപ്പോൾ ഈ മലയാളികൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, ചില നാടുകളിൽ മാറും. അപ്പോൾ അതങ്ങ് അലോസരപ്പെടുത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇത് ഞാൻ പറയട്ടെ, നമ്മൾ മലയാളികൾ എല്ലാവിടെയും ഉള്ള കാരണം ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് മലയാളികളുടെ സ്വഭാവം അവിടുത്തെ ആൾക്കാരുടെ പ്രതീക്ഷ പോലെയാണ് അവരാവുക. പറഞ്ഞാൽ നമ്മൾക്ക് കേരളത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തം രീതിയുണ്ട്. ഈ ഒരേ മലയാളി വേറെ രാജ്യത്ത് പോയി, വേറെ നാട്ടിൽ പോയി, വേറെ സംസ്ഥാനത്ത് പോയാൽ അവിടുത്തെ ആൾക്കാരെ പോലെ പെരുമാറാൻ തുടങ്ങും. ഇതാണ് ഞാൻ പറഞ്ഞത്, മലയാളികളുടെ ഈ അസിമിലേഷൻ്റെ ഒരു കപ്പാസിറ്റി പെട്ടെന്ന് മാറും. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡുമുണ്ട്. ദുബായിൽ പോയിട്ട് 6 ലൈൻ ഹൈവേയിൽ ഓടി നടക്കുന്ന മലയാളികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 2 വരി പാതയെ വീതി കൂട്ടാൻ സമ്മതിക്കില്ല. അതുകൊണ്ടല്ലോ. അപ്പം നമുക്ക് നമ്മളുടെ സ്വന്തം രീതികളുണ്ട് ഇവിടെ. മലയാളി എപ്പോഴും ധൃതിയിലാണ്, പക്ഷെ ഒരിക്കലും സമയത്ത് എവിടെ എത്തില്ല. അതും വേറൊരു കാര്യം. ഈ കോഴിക്കോടെ അത്യാവശ്യം നന്നായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ? നന്നായിട്ട് പുട്ടടിക്കും. അങ്ങയുടെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഇത്രയും ആരോഗ്യമൊക്കെ? അതിൽ ഞാൻ മലയാളി ആവണത് പോരാന്ന് എല്ലാവരും വിശ്വാസമുണ്ടാവും. ഞാനൊരു വെജിറ്റേറിയനാണ്. അയ്യോ, കുട്ടിക്കാലം മുതൽക്ക് അമ്മ പറയുന്ന ഒരു പക്ഷേ എന്നെ ഒരു ബുച്ചർ ഷോപ്പിൽ കൊണ്ടുപോയി ഒരു 4-5 വയസ്സ് 4 വയസ്സ് പോത്തിറച്ചിയൊന്നും കഴിച്ചിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 വയസ്സ് വരെ അമ്മി അച്ഛനൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല പറഞ്ഞ് ഉടനെ ഉപേക്ഷിച്ചു. ഞാൻ മൂത്ത മകനായ കാരണം അവർക്കൊരു പിടുത്തമുണ്ടായിരുന്നില്ല എങ്ങനെ ഒരു കുട്ടിയെ വളർത്തുക. അപ്പോൾ അവരോട് ശരി നോക്കട്ടെ, 1-2 വർഷം കഴിഞ്ഞാൽ ആൾ മാറിയില്ല. പിന്നെ അവരെന്നെ പറ്റിക്കാൻ ശ്രമിച്ചു. പിന്നെ ഹാം സാൻഡ്വിച്ച് തന്നിട്ട് ടൊമാറ്റോ ആണെന്ന് പറഞ്ഞിട്ട് ഫിഷ് ടിക്കി തന്നിട്ട് ആലു ടിക്കി എന്ന് പറഞ്ഞു. ഞാനത് ഇഷ്ടപ്പെട്ടാൽ അവർ പറയാൻ വിചാരിച്ചു, നോക്കടാ നീ വെജിറ്റേറിയൻ അല്ല, നീ എല്ലാം ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന്. പക്ഷെ ഞാനത് ശരി, ഞാനത് ഛർദ്ദിക്കാൻ തുടങ്ങി. ഇപ്പോഴും അങ്ങ് വെജിറ്റേറിയനാണ്. അത് കഴിഞ്ഞു. പിന്നെ ഈ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ മലയാളി കുറേ കാലമായിട്ട് ഈ സമീകൃത ആഹാരം കഴിക്കണം, ആരോഗ്യമൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കേരളത്തിൽ ഈയിടെ ഒരു സർവേ നടത്തിയപ്പം മലയാളി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ കൊക്കക്കോള എന്തോ ആണ് ഒരു ഇത് നടത്തിയപ്പോൾ അറിഞ്ഞത് ഏറ്റവും ഇഷ്ടം അവർക്ക് കുഴിമന്തിയും ബിരിയാണിയാണ്. അങ്ങ് കുഴിമന്തി ഒന്നും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല? കഴിച്ചിട്ടില്ല. അത് മാത്രമല്ല ഞാൻ പറയട്ടെ, പിന്നെ ഞാൻ മനസ്സിലാക്കി ഇതേപോലെ ഒരു സർവേ വേറെ ആരോ നടത്തിയ 2-3 വർഷം മുമ്പ്. കേരളമാണ് എല്ലാം വെച്ച് കൂടുതൽ നോൺ വെജിറ്റേറിയൻ സ്റ്റേറ്റ് ഇന്ത്യയിൽ. കേരളയും ജമ്മു കാശ്മീരും. എൻ്റെ അറിവിൽ 2-3% മലയാളികൾ മാത്രമേ വെജിറ്റേറിയനാണ്. അപ്പോൾ വിചാരിക്കൂ, ഞാൻ അതിലത്തെ ഒരു ഭാഗം. പക്ഷേ എന്തോ ഇതിലൊരു പ്രീ ഡിസ്പോസിഷൻ വരും നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ദൈവം തരുന്ന ഒരു ആലോചനയൊക്കെ തന്നെയാണ്. ഞാൻ വെജിറ്റേറിയൻ ആയത് പിന്നെ ജാതിയോ മതമോ വേറെ വല്ല ഒരു പെർസുവേഷൻ ഒന്നും ആയിരുന്നില്ല. ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇതിനെ ഒരിക്കലും ഈ ചത്ത ശവത്തിന് ഞാൻ എൻ്റെ വായിൽ വെക്കില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ മാറി നിന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പിരിറ്റിൽ ഞാൻ മാറി നിന്നു. പക്ഷേ എൻ്റെ കുട്ടികളുടെ അമ്മ പകുതി കശ്മീരി പകുതി ബംഗാളിയാണ്. അപ്പോൾ കുട്ടികളെ വളർത്താനുള്ള സംസാരം ഞങ്ങൾ വിദേശത്തിലുമായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ വെജിറ്റേറിയൻ എൻ്റെ സ്വകാര്യമാണ്. പറഞ്ഞു ഞാൻ എൻ്റെ വായിൽ എന്തിടുന്നു അതിനെക്കുറിച്ച് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ നിങ്ങളുടെ വായിൽ എന്തിട്ടാലും എനിക്ക് വിരോധമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, കുട്ടികളെ നമ്മൾ നോൺ വെജിറ്റേറിയനായിട്ട് വളർത്താം. ന്യൂയോർക്കിലൊക്കെ നോക്കുമ്പോൾ അവിടെ മെക്ഡോണൾഡ്സും കൂടി ബർത്ത്ഡേ പാർട്ടി ചെയ്തു. പക്ഷേ എൻ്റെ 2 ഇരട്ട പിള്ളേരാണ്, 2 ആൺകുട്ടികളാണ്. ഒരാൾ പെട്ടെന്ന് 7 വയസ്സിൽ എൻ്റെ ഒരു പെർസുവേഷനോ ശ്രമയോ ഒന്നുമില്ലാതെ അങ്ങനെ തീരുമാനിച്ചു ഞാനും വെജിറ്റേറിയൻ ആകുമ്പോൾ. ഇപ്പോൾ ഈ 2 ഇരട്ട കുട്ടികൾ, ഒരാൾ വെജിറ്റേറിയൻ ഒരാൾ നോൺ വെജിറ്റേറിയൻ. അപ്പോൾ എന്തോ ഞങ്ങളുടെ ഒരു ജനറ്റിക് മേക്കപ്പിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ട്, അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ഈയിടയ്ക്ക് ഡോക്ടർ ശശി തരൂരിനെ നമ്മളൊരിടത്ത് കാത്തിരിക്കുകയായിരുന്നു. ആ രഹസ്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സുഹൃത്ത് എന്നോട് ചോദിക്കുക,
അത് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഞാൻ അത് പോരെ, എന്താ പറയുക, അദ്ദേഹത്തിന് ഒരു കല്യാണം കഴിച്ചൂടെ? ആ കൂടുതൽ കഴിച്ചു കഴിഞ്ഞു എന്നാണ് എല്ലാവരും പരാതി. അല്ല, അങ്ങേക്ക് അതിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പം എന്താണ്? കാര്യം അങ്ങ് വിദേശ നാടുകളിലൊക്കെ കഴിഞ്ഞ ഒരാളാണല്ലോ. അല്ല, ഞാൻ നെവർ സേ നെവർ എന്ന് പറഞ്ഞ ഒരാളായ കാര്യം ഇപ്പം അതും പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൻ്റെ ക്ലിപ്പ് കാണിക്കും കുറച്ച്. പക്ഷെ ഞാൻ നോക്കട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വഴിയിൽ നമ്മൾക്ക് ശരിക്കും ഒരു സ്വകാര്യ ജീവിതത്തിന് സമയമില്ലാത്ത ഒരു ഒരു ജീവിതമാണ്. ഞാൻ സത്യമായി എൻ്റെ എഴുത്തന്നെ വരുന്നത് എനിക്ക് ഓർക്കൂലായ രാത്രി രാവിലെ സമയത്ത് രാത്രി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുമെന്നാണോ? പിന്നല്ലേ, നിങ്ങൾ അത്ര നന്നായി ഉറങ്ങിയോ കല്യാണം കഴിച്ചിട്ട്? എത്രയോ പേര് ഉറങ്ങാതിരിക്കുന്നുണ്ടാവും ഇതിനിടയിൽ അല്ലേ? സംഭവം ശരിയാണ്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം വേണമെന്നോ? പക്ഷേ ഞാൻ അദ്ദേഹത്തിനെ സ്തുതിക്കാൻ വേണ്ടി പറയുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചതെന്ന് മനസ്സിലാക്കി ഞാൻ ഭാര്യയോട് പറയുന്നത്. ഈ മനുഷ്യനൊരു അത്ഭുതമാണ്. കാര്യം നമുക്ക് ഇദ്ദേഹം ലോക്സഭയിലേക്ക് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. കാര്യം ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്നത് എന്താണെന്ന് കേൾക്കാൻ ലോക്സഭയിലെ എല്ലാ അംഗങ്ങളും, അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും കാത് കൂർപ്പിച്ച് നിൽക്കും. എന്നാലും ഡോക്ടർ തരൂർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് നമ്മളിപ്പോൾ ഇത്രയും ഒരു ഓഡിയൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് വേദികളിൽ പ്രസംഗിച്ച് ഒരു ലെവലാക്കിയിട്ടുണ്ട്. നാട്ടുകാരെ അല്ല, നിങ്ങളെ ഒരു ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ലെവലിൽ വളർന്ന ഒരാളെന്നുള്ളിൽ പ്രസംഗം നിങ്ങൾക്ക് എറിക്കുന്നില്ല, ഈ പുള്ളി നിർത്താൻ സമയമായി എന്ന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? നിങ്ങൾ എങ്ങനെ അത് ശ്രദ്ധിക്കുന്നത്? ഞാനാണെങ്കിൽ ഏതെങ്കിലും ഒരു ഉറക്കം തൂങ്ങുകയാണെങ്കിൽ അപ്പം നിർത്തും പരിപാടി. കാര്യം ഇത് എറിക്കുന്നില്ലെന്ന് മനസ്സിലാവും. നിങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കുക? ഞാൻ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉറക്കം തൂങ്ങില്ല. ഇതുവരെ ആരും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. ഉറക്കമില്ലെങ്കിലും ജനങ്ങളാണ് എനിക്കൊരു ഊർജ്ജം തരുന്നത്, ഒരു എനർജൈസിങ്. അപ്പോൾ ആ സ്പിരിറ്റിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഉറക്കം തൂങ്ങലൊക്കെ മറക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ വാഹനത്ത് കയറുമ്പോൾ കുറച്ച് ക്ഷീണം തോന്നുമായിരിക്കും. പക്ഷേ എന്തായാലും എനിക്ക് വാഹനത്ത് ഉറങ്ങാനും അറിയില്ല, പ്ലെയിനിൽ ഉറങ്ങാൻ അറിയില്ല, എന്താ ചെയ്യുക? പക്ഷേ എന്തായാലും അതിൻ്റെ അർത്ഥമാണ്. എനിക്കിപ്പോൾ 26 പുസ്തകമുണ്ട്. 27ാമത്തത് മെയ്യിൽ ഇറങ്ങും നമ്മുടെ ഭരണഘടനത്തെക്കുറിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതാൻ. അപ്പോൾ എനിക്ക് ആ എഴുത്ത് പിന്നെ ജോർജ് ബെർണാഡ് ഷോ എന്നെക്കാൾ എത്ര നന്നായി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതുന്നത് ഒരു പശു പാല് കൊടുക്കുന്ന പോലെയാണ്. അത് ഒരു അത്യാവശ്യമാണ്. പശുവിന് പാല് കൊടുത്തിട്ടില്ലെങ്കിൽ വേദനയിലായിരിക്കും പശു. എഴുത്ത് അത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വേദന ഉണ്ടാവും. അതുകൊണ്ട് അങ്ങ് ഈ കോവളത്ത് ആദ്യമായിട്ട് രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കാനായിട്ട് വന്ന ദിവസം അങ്ങ് നടത്തിയ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. മലയാളം വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങ് വളരെ പാടുപെട്ട് ഇംഗ്ലീഷും മലയാളമുള്ള ഇടകലർത്തി പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അങ്ങ് നേരിടുമ്പോൾ തിരുവനന്തപുരത്തെ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, കുറച്ച് പെൺകുട്ടികൾക്കൊക്കെ പുള്ളിയുടെ താല്പര്യം കാണും, പിന്നെ കുറച്ച് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പറയുന്നുണ്ടല്ലോ, പ്രിപ്പോസിഷനും ഒക്കെ കൊണ്ട് നോക്കുമ്പോൾ, അതുകൊണ്ട് ഇത്തവണ ജയിച്ചു പോകും, അടുത്തവണ പൊട്ടിപ്പോവും. പക്ഷേ 4 തെരഞ്ഞെടുപ്പ് കടന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ അങ്ങ് നല്ല ഇംഗ്ലീഷ് ലോകത്ത് പറഞ്ഞൊരാളാണ്. കോഫി അന്നനെ പോലെ പല ആൾക്കാരും ഞെട്ടിയിട്ടുണ്ട് താനും. അപ്പോൾ ഈ അന്നമാരെയൊക്കെ ഞെട്ടിച്ച് വന്നതിന് ശേഷം ഇപ്പോൾ കയ്യിലുള്ള ഇംഗ്ലീഷ് പോയോ? മലയാളം മാത്രമേ ഉള്ളൂ? ഇല്ല, രണ്ടുമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യം ഇലക്ഷന് മത്സരിക്കാൻ വന്നപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ മലയാളം ഞാനവിടെ ഉണ്ടായിരുന്നു. എനിക്കന്ന് അങ്ങയുടെ ചരിത്രത്തിൽ തുടർന്ന് കൊതിയായിരുന്നു. യഥാർത്ഥ കേരളത്തിലെ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിലെ ഒരു ചെയർമാൻ ഒരു കോളേജിൽ നിങ്ങൾ സന്ദർശിക്കാൻ പോയപ്പോൾ നിങ്ങൾ തൊട്ടു നോക്കാൻ ശ്രമിച്ചു. നിങ്ങളത് അഭിമാനമായിട്ട് എടുക്കണ്ട, അവരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ആ സമയത്ത് എൻ്റെ എതിരാളികൾ ഒരു വലിയൊരു തെറ്റ് ചെയ്യുന്നതായിരുന്നു. അവർ പറഞ്ഞു, ഇയാളെ നോക്കൂ, ഇയാൾക്ക് മലയാളം കൂടി ശരിക്കും സംസാരിക്കാൻ അറിയില്ല, മലയാളം ഞാൻ പറയട്ടെ. അതുമാത്രമല്ല, ഇയാൾ പാൻറ്റും സൂട്ടിട്ട് എയർ കണ്ടീഷൻ ഓഫീസിൽ പ്രവർത്തിച്ച ഒരാളാണ്, എങ്ങനെ നമ്മളുടെ പ്രതിനിധി ഇയാളാവുക? അതായിരുന്നു അവരുടെ സന്ദേശം. ഞാൻ മുണ്ടും കൊടുത്തിട്ട് വെയിലത്തെ സമയത്ത് 18-20 മണിക്കൂറൊക്കെ എല്ലാ ദിവസവും പ്രചരണം ചെയ്തിട്ട് എല്ലാവരോടും ഇതുപോലെയുള്ള ചെറിയ സാധാരണ മലയാളത്തിൽ സംസാരിച്ചിട്ട് ഞാൻ അവരോട് ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങളുടെ ആശയും നിങ്ങളുടെ ആശങ്കയും മനസ്സിലാവാനുള്ള മലയാളം എനിക്കുണ്ടല്ലോ, അത് നിങ്ങൾ കേട്ടില്ലേ, അത്രയൊക്കെ മലയാളം എനിക്കുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഡൽഹിയിൽ ശബ്ദം കേൾപ്പിക്കാനുള്ള ഹിന്ദിയും ഇംഗ്ലീഷും എനിക്കുണ്ട്. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അതോടെ അവരുടെ ആയുധം എന്നെ പൊളിഞ്ഞു പോയി. കാരണം അവരാഗ്രഹിച്ചത്, ജനങ്ങൾക്ക് ആഗ്രഹമുള്ളത് അവരെ പോലെ ഒരാളാണ് വേണ്ടതെന്ന്. പക്ഷെ ജനങ്ങൾ വിചാരിച്ചു നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇങ്ങനൊരാൾ കിട്ടിയാൽ പോരെയെന്ന്. അങ്ങനെയാണ് അവരെന്നെ അയച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ പ്രവർത്തനവും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയല്ലേ ഡോക്ടർ ശശി തരൂർ, വി ആർ ഗ്രേറ്റ്. അത് പറഞ്ഞു നോക്കൂ, 4 തവണ
ജയിച്ചല്ലോ തിരുവനന്തപുരം മണ്ഡലം പോലെ ഇത്രയും വാശിയേറിയ ഒരു മണ്ഡലത്തിൽ. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തിലെ ഒരു ഫലിതബോധക്കാരനെ പുറത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഞാൻ ഇങ്ങനെ കുറുകിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വേണമെങ്കിൽ എനിക്ക് കള്ളത്തുണ്ടില്ല. ഡോക്ടർ ശശി തരൂർ, താങ്കൾ ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് താങ്കളുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് കോവിയണ്ണൻ ചെലുത്തിയത് എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാമായിരുന്നു. ഞാൻ ബ്ലണ്ടായിട്ട് ഒരു മലയാളിയായിട്ട് അങ്ങ് ചോദിച്ചത്. അപ്പോൾ ഇവർക്കും എന്തോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ ഓക്കെ, ഒരു മൈക്ക് അവിടെ ഒരു 4 മൈക്ക് കൊടുക്കൂ. ഒരു മൈക്കിൽ ഓരോരോ തവണ കൊടുക്കാൻ പോണത് തോന്നുന്നു. ഒരെണ്ണം ഒരു 10 മിനിറ്റാണ് DC ബുക്സ് അനുവദിച്ചിരിക്കുന്നത്. അതിനപ്പുറമായി കഴിഞ്ഞാൽ നമ്മളെ ഇറക്കി വിടുവര് അല്ലേ? ഹലോ സാർ, ആരാണെന്ന് പറയണം, അപകടകാരിയാണെന്ന് ആദ്യം മനസ്സിലാക്കണം നമ്മൾ. എൻ്റെ പേര് ശ്രീകാർത്തിക് എന്നാണ്. ഞാൻ UG ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. സാറിൻ്റെ വലിയൊരു ഫാനാണ്, സന്തോഷം കണ്ടതിൽ. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ സാർ നേരത്തെ ഈ സംസാരത്തിനിടയിൽ തന്നെ പറഞ്ഞു ഈ കുരങ്ങ് വയറിൽ കിടന്ന് ഉറങ്ങിപ്പോയ ഒരു സംഭവങ്ങളൊക്കെ രസകരമായിട്ട് പറയണ്ടായി. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം കുറച്ച് പൊളിറ്റിക്കലാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ എൻ്റെ ഒരുപാട് ബന്ധുക്കൾ ഹിന്ദി നാടുകളിൽ താമസിക്കുന്നുള്ളതുകൊണ്ട് തന്നെ അവരുമായിട്ട് സ്ഥിരമായിട്ട് റീല് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അൽഗോരിതം എനിക്ക് ഒരുപാട് ഹിന്ദി നാടുകളിൽ പ്രചരിക്കുന്ന കുറച്ച് റീലുകൾ എനിക്കിങ്ങനെ സജസ്റ്റ് ചെയ്യും. അതിൽ ചില റീലുകളിൽ ഞാൻ കണ്ടൊരു സാധനം, വൈ ആം എ ഹിന്ദു എന്ന് പറയുന്നൊരു പുസ്തകം ശശി തരൂർ എഴുതി. അപ്പോൾ അയാളൊരു ഉള്ളുകൊണ്ടൊരു ഹിന്ദുത്വവാദിയാണ്, പുറമെ അയാൾ കോൺഗ്രസ്സുകാരനാണെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ബജ്രംഗ് ബലി ഒരു കുരങ്ങൻ്റെ രൂപത്തിൽ വന്ന് തരൂരിനെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഇത് പ്രതീക്ഷിച്ചില്ല. അല്ല, അങ്ങനെ ഒരു സാധനം കൂടി സംഭവിച്ചത് ഒരു പാർലമെന്റ് ദിനമായിരുന്നു. അപ്പോൾ പാർലമെന്റ് പല BJP MP എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് ഭയങ്കര ഐശ്വര്യമാണ്, ദൈവത്തെ കടാക്ഷമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അങ്ങനെയല്ല കണ്ടത്, അങ്ങനെയല്ല ഞാൻ അത് പോസ്റ്റ് ഇട്ടത്. ഞാൻ വായാമ ഹിന്ദു എഴുതിയത് എൻ്റെ ഹിന്ദു വിശ്വാസം എന്താണെന്നും അത് എന്തുകൊണ്ട് ഹിന്ദുത്വ അല്ലാന്നും ചൂണ്ടിക്കാണിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ പുസ്തകം വായിച്ചാൽ ആദ്യത്തെ ഒരു 100-200 പേജ് എൻ്റെ മതത്തും എൻ്റെ വിശ്വാസവും ഞാൻ വായിച്ചതും പഠിച്ചതും എൻ്റെ അച്ഛൻ ചൂണ്ടിക്കാണിച്ചു ഞാൻ വളർന്നതും ക്ഷേത്രത്തിൽ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത 100 പേജ് എന്താണ്, എന്തായിരുന്നു RSSൻ്റെ വിശ്വാസം, ദീൻദയാൽ ഉപാധ്യായയെക്കുറിച്ച് 10-20 പേജുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തും വായനയും പ്രഭാഷണമൊക്കെ വായിച്ചിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അയാളെ കൂട്ടിയതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വിശ്വാസം എന്താണ്, അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഹിന്ദുത്വ എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ വിശ്വാസം ഹിന്ദു മതത്തിൻ്റെ ഹിന്ദു ധർമ്മത്തിൻ്റെ ശരിക്ക് ചതിക്കുന്ന ഒരു വിശ്വാസമാണെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയട്ടെ, എനിക്ക് രണ്ട് ഭാഗത്തും നഷ്ടം തന്നെയുള്ളൂ. അതിൻ്റെ അർത്ഥം മറ്റേവർ പറയുന്നു അയ്യോ നിങ്ങൾ സെക്യുലർ അല്ല, ഇത് മതേതരത്വം, നിങ്ങൾ ഹിന്ദുവിനെ കുറിച്ച് എഴുതുന്നു. ഇവർ പറയുന്നു അയ്യോ ഞങ്ങളുടെ എതിരെഴുതുന്നു, ഇയാളോട് സംസാരിക്കേണ്ട. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് കാണിച്ചു കൊടുത്തു. വായിക്കാത്തവരാണ് ഈ കോമൻ്റ് അടിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചെന്നറിയില്ല, ഇത് 24 സംപ്രേഷണം ചെയ്യുന്ന ഈ കുരങ്ങ് ഇങ്ങനെ വയറിൽ കയറി കിടക്കുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞു ഒരുപക്ഷെ 22 ലക്ഷം ആൾക്കാർ യൂട്യൂബിൽ ഇപ്പോൾ ആ കുരങ്ങിൻ്റെ കാര്യം കണ്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുരങ്ങ് ഒരുപക്ഷെ ലോക പ്രശസ്തനാവാൻ പോവുക, തരൂർ കുരങ്ങെന്ന പേരിൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ തൊലിയൊക്കെ കുഞ്ഞുങ്ങളുടെ തൊലിയാണ്, അതാ കുരങ്ങ് ഇത്തിരി ഒട്ടിക്കിടന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ റീലുകളൊക്കെ ഇഷ്ടം പോലെ വരുന്ന അദ്ദേഹം ഏറ്റവും വലിയൊരു ടാർഗറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങ് ഈ വിമർശനങ്ങളെ ഭയക്കുന്ന ആളാണോ? ഇല്ല, അല്ല, നമ്മുടെ തോല് കുറച്ച് കട്ടിയായി. ആദ്യത്തെ രാഷ്ട്രീയ തുടക്കത്തിൽ അനുഭവം എനിക്ക് ശരിക്കും വേദന ഉണ്ടായിരുന്നു. കയറാത്ത അവസ്ഥയായി. ഇപ്പം അത്ര ഇനി ആൾക്കാർ എന്ത് വേണമെങ്കിലും പറയുന്നത് നമ്മൾക്കറിയാം. അടിസ്ഥാനമില്ലാത്ത നുണകൾ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് ഞാൻ തന്നെ കേട്ട് വായിച്ചിരിക്കുന്നത്. അവസാനത്തിൽ അതിനെ കണ്ടിട്ട് നമ്മൾക്ക് വേദന തോന്നിയാൽ നമ്മളാണ് ഇഡിയറ്റ്. പോട്ടെ, അവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. യാഥാർത്ഥ്യവും സത്യം അറിയുന്നവരാണ് ഇതുവരെ ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതൽ ആൾക്കാർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമോ എന്നെ കേൾക്കാൻ? അല്ലേ? അല്ല, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ മീഡിയക്കാർക്ക് ചെറിയൊരു പേടിയും തരും. നിങ്ങൾ ഇംഗ്ലീഷ് മറുപടി പറയും, ഞങ്ങൾക്കൊരു ചെറിയ പേടിയാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ ഇംഗ്ലീഷൊക്കെ കാര്യമായിട്ട് അഭ്യസിച്ച് തുടങ്ങി കേട്ടോ. ഈ ജാഗ്രത മോളെ പറ മോളെ. ഉപയോഗമുള്ള ഇംഗ്ലീഷ് വാക്കുകളാണ് നോ കോമെന്റ്. താങ്ക് യു. പറ മോളെ. സാർ UN-ലൊക്കെ ഒരുപാട് നാൾ ജോലി ചെയ്ത് ഒരു ഗ്ലോബൽ സിറ്റിസണായി കുറേ നാൾ ജീവിച്ച ആളാണല്ലോ. അപ്പോൾ ഒരു ഗ്ലോബൽ സിറ്റിസണിൽ നിന്നും ഒരു ശരാശരി മലയാളിക്ക് എത്ര ദൂരമുണ്ട്? അതൊരു ക്വസ്റ്റ്യൻ. പിന്നെ
നമ്മൾ മലയാള തനിമ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കുറേ കാലങ്ങളായി നമ്മളെ മനസ്സിൽ സൂക്ഷിക്കുന്ന കുറച്ച് ചിന്തകൾ, കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട് മലയാളികളെ കുറിച്ച്, ചില അന്ധവിശ്വാസങ്ങൾ ഉൾപ്പെട്ടത്. അപ്പോൾ ഇന്നും അതിൽ നിന്ന് വഴിമാറി നിൽക്കാൻ, പ്രോഗ്രസീവായി ചിന്തിക്കാൻ മലയാളിക്ക് ഒരു മടിയുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുക? ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ പ്രോഗ്രസ് എന്ന് മലയാളികളെ അല്ലെങ്കിൽ കേരളത്തിനെ പിന്നോട്ട് വലിക്കുന്നതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? ചോദ്യം ചോദിക്കുന്നവരൊന്ന് ചുരുക്കി ചോദിച്ചാൽ കുറേ ആൾക്കാർക്ക് ചോദിക്കാൻ സാധിക്കാതെ. അപ്പോൾ 2-3 കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, താങ്കൾ ആദ്യത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. ആദ്യം പറഞ്ഞത് ഒരു ശരാശരി മലയാളിക്ക് ഒരു ഗ്ലോബൽ സിറ്റിസണിലേക്ക് എത്ര ദൂരം? വിശ്വപൗരെന്ന് പറയാനുള്ളത് മലയാളികളാണ്. ഞാൻ ഐക്യരാജ്യസഭയിൽ പ്രവർത്തിക്കുമ്പോൾ എന്നെ അറിയപ്പെടുന്നത് ഒരു ഇന്ത്യൻ പൗരനായിട്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ ഒരിക്കലും വേറൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടൊന്നും എടുത്തിട്ടില്ല. എനിക്ക് ജന്മത്തിന് മുതൽക്ക് തന്നെ എനിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടിന് അവകാശമുണ്ട്. ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ അമേരിക്കയിൽ കുറേ വർഷങ്ങൾ ഐക്യരാജ്യസഭയിൽ ജീവിച്ചപ്പോൾ എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടാൻ അവകാശമുണ്ടായിരുന്നു. വേണ്ട പറഞ്ഞു. ഞാൻ എല്ലാ വിധത്തിലും ഞാനൊരു ഇന്ത്യൻ ആണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഒരു ഇന്ത്യനാണെ കാണും, ഭാരതീയരാണ് കാണുന്നത്. അതാണ് ഞാൻ. അപ്പോൾ ഈ വിശ്വപൗരന്മാർ, ഞാനൊരു ഇന്ത്യൻ, പക്ഷേ എൻ്റെ ജോലി ഇന്ന് ന്യൂയോർക്കിലാണ്, നാളെ വേറെ വലിയ ആവാം, മറ്റന്നാൾ ഞാൻ ഇന്ത്യയിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ആൾ മാറില്ല. അപ്പം അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ചിന്തയിൽ ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ചില പ്രവർത്തന രീതികളിൽ മാറ്റം വരും, ചില സംസാര രീതികളിൽ മാറ്റം വരും. കാരണം ഓരോരോ കൾച്ചർ ഓരോന്നുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പോൾ പിന്നെ വെസ്റ്റിൽ, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിർബന്ധമാണ് നമ്മൾ ആളെ ഒരു മഹിളയെ കാണുമ്പോൾ, സുഹൃത്തിൻ്റെ ഭാര്യയും കൂടി ആവാം, നമ്മൾ 2 കവിളും ഉമ്മ വയ്ക്കും. അതാണ് സാധാരണ രീതി. ഇവിടെ അത് ചെയ്താൽ അത് വലിയൊരു ഡ്രാമയാണ്. അങ്ങനെയുള്ള റൂട്ടീനായിട്ട് ഇപ്പോൾ ആ മഹിള ആരാണെന്ന് കൂടി എനിക്ക് അറിയില്ല, അങ്ങനെ ഫോട്ടോ പലരും എടുത്തിട്ടുണ്ടാകും ഒരു പബ്ലിക് വേദിയിൽ ഇങ്ങനെ ഹലോ പറയണത്. അതിനെ ഇപ്പോൾ നമ്മളുടെ പിന്നെ ഇൻസ്റ്റഗ്രാമിലും BJP ട്രോളുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവണം, ചില കാര്യങ്ങൾ ഒരു രാജ്യത്തിൽ ഒരു രീതിയിലും നമ്മുടെ രാജ്യത്ത് വേറെ രീതിയിലും, ആ വ്യത്യാസം മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ വലിയൊരു ഇതില്ല. രണ്ടാമത്തെ താങ്കൾ പറഞ്ഞത് പിന്നെ എന്തായിരുന്നു രണ്ടാമത്തെ മോളെ? ഒന്ന് ഒച്ചയിടൂ, ഉറക്കെ പറയും. ഞാൻ പൊട്ടനാ, കേൾക്കാൻ പറ്റുന്നില്ല. മലയാളിത്തം എന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ചില കൺസർവേറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ. ഇപ്പൊ സ്ത്രീകളെ ശബരിമല വിഷയം, പിന്നെ ആന അമ്പലം, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ ഇപ്പോഴും അതിനെ മുറുകെ പിടിച്ച് പ്രോഗ്രസീവ് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പിന്നോട്ട് വലിക്കുന്നുണ്ടോ എന്നുള്ളത്. അത് സത്യം, എന്നെ പിന്നോട്ട് വലിക്കുന്നില്ല. കാരണം എൻ്റെ വിശ്വാസങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ഞാൻ കേരളത്തെക്കുറിച്ച് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും മറക്കരുത്, ഈ സംസ്ഥാനത്തിൽ ആരും മുമ്പ് ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് കേരള നവോത്ഥാനം വന്നത്. എന്തുകൊണ്ട് മഹിളാ ജീവിതത്തിലോ നമ്മളുടെ സാമൂഹ്യ പെരുമാറ്റത്തിലോ അതേപോലെ ഒരു നവോത്ഥാനം വന്നൂടാ? ഞാൻ പറയുന്ന മാറ്റങ്ങൾ വരും. പക്ഷേ എല്ലാ സൊസൈറ്റിയിലും ആദ്യം വലിക്കുന്നത് ആ ഇനേർഷ്യയാണ്. ആ ഒരു പരമ്പര വഴിക്ക് ഉള്ള ഒരു പെരുമാറ്റങ്ങൾ, ഒരു അസംഷൻസ്, അത് എപ്പോഴും ഉണ്ടാകും. പക്ഷെ മെല്ലെയായിട്ട് മാറ്റം വരും, എനിക്കൊരു സംശയവുമില്ല. എന്തായാലും മലയാളികൾക്ക് ചിന്തിക്കേണ്ട ബുദ്ധിയുണ്ട്, പഠിപ്പുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. മഹിളകൾ, പ്രത്യേകിച്ച് മഹിളയുടെ വിഷയം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മളുടെ സംസ്ഥാനമാണ് ഇന്ത്യയിലത്തെ ആദ്യത്തെ സംസ്ഥാനം ഇപ്പോൾ കൂടി മുന്നോട്ട് ഇരിക്കുന്നത് മഹിളയും പുരുഷന്മാരുടെയും പിന്നെ സാക്ഷരതയും വിദ്യാഭ്യാസത്തിനും ഒരു വ്യത്യാസമില്ലാത്തത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മഹിളകൾ മുന്നോട്ട് പോകുന്നില്ല? രാഷ്ട്രീയ മേഖലയിൽ ഞാൻ കാണുന്നത് മഹിളകൾക്ക് ടിക്കറ്റ് കൊടുക്കുന്നില്ല, അവർ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അവർ മുമ്പിൽ ചാടുന്നു. പക്ഷെ വേറെ മേഖലയിലൊക്കെ മഹിള നന്നായിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ ചന്ദ്രയാൻ 3 പോയപ്പോൾ ആരായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട സ്പേസ് സയൻറ്റിസ്റ്റ്? അതിലൊരു മഹിള ഉണ്ടായിരുന്നു. 1 അല്ല 2 ഉണ്ടായിരുന്നു. ഒരു ഡയറക്ടറും ഒരു ഡെപ്യൂട്ടി ഡയറക്ടറും മഹിളകളായിരുന്നു. മലയാളി മഹിളകൾക്ക് എല്ലാ മേഖലയിലും മുന്നോട്ട് പോകാൻ സാധിക്കും. ചിലപ്പോൾ ചില സാക്രിഫൈസ് ഉണ്ടാകും ഈ തലമുറയ്ക്ക്. പക്ഷെ വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ എനിക്ക് ഒരു സംശയവുമില്ല, നന്നായി മുന്നോട്ട് പോകും. ഓക്കെ, നമുക്ക് ചുരുക്കി ചോദിക്കണം. എനിക്കൊന്ന് ഭാരവാഹികൾ പറയണം നമ്മൾ എപ്പോഴും നിർത്തണമെന്ന് വെച്ചാൽ അപ്പോൾ ബെല്ലടിച്ചാൽ മതി. ഓക്കെ, ആ മോനെ. അല്ല, ഈ കുട്ടി മൈക്കുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എൻ്റെ പേര് ലൈബ, മൗണ്ട് ഗേറ്റ് ഇന്റർനാഷണൽ സ്കൂളിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ചോദ്യം 2 ആളോട് കൂടിയാണ്. ഒരു മലയാളിനെ കാണുമ്പോൾ അദ്ദേഹത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകത അല്ലെ ഒരു ഗുണം എന്താണ്? ശരിക്കും പറയുന്നത് പഠിപ്പും അറിവാണ്. നമ്മൾ മലയാളികൾ നല്ലോണം പഠിച്ച് വായിച്ചവരാണ്. പിന്നെ നമ്മൾക്ക് പല വിധത്തിലും ചില കുറവുകൾ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകിച്ചുള്ളത് പിന്നെ പഠിപ്പും വായനയുമാണ്. ഇവിടെ എൻ്റെ അറിവിൽ പെർ ക്യാപിറ്റ പബ്ലിക്കേഷൻ ഓഫ് ബുക്സ്, ഇതൊരു കേരള ലിറ്റററി ഫെസ്റ്റിവലും കൂടിയാണ്,
കേരളമാണ് നമ്പർ 1. എല്ലാം വെച്ച് കൂടുതൽ പുസ്തകങ്ങൾ എഴുതുന്നതും പബ്ലിഷ് ചെയ്യുന്നതും വായിക്കുന്നതും മലയാളികളെയാണ്. അത് എനിക്ക് വലിയൊരു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവരെയും കാണില്ല. ചില ഭാഗത്ത് ഇവർ മെല്ലെ ഇപ്പോൾ ഹിന്ദിയിലിപ്പോൾ മെല്ലെ വരാൻ തുടങ്ങിയതുള്ളൂ. എൻ്റെ കുട്ടിക്കാലത്തിൽ നമ്പർ 1 നമ്പർ 2 ന്യൂസ് പേപ്പർ ഇന്ത്യയിൽ മലയാളി പേപ്പേഴ്സ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ ഹിന്ദി ബംഗാളി ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരും ഇപ്പോൾ കുറച്ചും കൂടി സാക്ഷരതയിൽ പോയിട്ടുണ്ട്. പക്ഷെ മലയാളികൾക്ക് അതെപ്പോഴും ഉണ്ടാകും. നമ്മുടെ ഒരു മലയാളിയെ കാണുമ്പോൾ അറിവിൻ്റെയോ പിന്നെ ആ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് നമ്മൾ എളുപ്പത്തിൽ കാണില്ല കേട്ടോ. ഒരു പക്ഷേ വായിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇത് കാണിച്ചു കൂട്ടാൻ കൂടിയെങ്കിലും അറിയും മലയാളികൾക്ക്. സമയപ്രശ്നമുണ്ട്. എൻ്റെ ഒരു ദൃഷ്ടിയിൽ ഈ നമ്മൾ ഈ മലയാളി ജനസമൂഹം എന്ന് പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മൾ മഞ്ജു വാര്യർ മലയാളിയായ ശാലീന സുന്ദരിയായ നടിയ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു ലാളിത്യമുണ്ട്, ഒരു കുലീനത്വമുണ്ട്, ഒരു മലയാളി തനിമയുണ്ട്. അപ്പോൾ അത് ഉള്ള ആളുകൾ, അപ്പോൾ അത് മുണ്ടെടുക്കണമെന്നില്ല. നമ്മളിപ്പോൾ എല്ലാവരും മുണ്ടെടുത്ത് നടക്കണം എന്നൊന്നും അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാൻ മുണ്ടേ കയറിയിട്ട് കുറേ കാലമായെന്ന് മാത്രമേ ഉള്ളൂ. പാൻറ്റ് വിടാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം വിട്ട് കഴിഞ്ഞാൽ മലയാളി ഭയങ്കരമായ ഒരു കുലീനത്വം പെരുമാറ്റത്തിലും കാണിക്കും. അതുപോലെ ലാളിത്യമുണ്ട് മലയാളിക്ക്. അപ്പോൾ നമുക്ക് 44 നദികളൊക്കെ ഉള്ള ഒരു പച്ചപ്പുള്ളൊരു നാടാണ്. ഈ നാട്ടിൽ നമുക്ക് ഏറ്റവും വിറ്റഴിക്കാൻ പറ്റിയൊരു സാധനമാണ് കേരളം. വലിയൊരു പ്രോപ്പർട്ടിയാണ്. ഈ തരൂർ സാറിനെ പോലുള്ള ആളുകൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലം കേരളമാകും. അപ്പോൾ അതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. പിന്നെ നമുക്ക് അവസാനിപ്പിക്കാനുള്ള മണി മുഴങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭയാണ് ഡോക്ടർ തരൂർ, ഒരു പ്രതിഭാധനൻ. എല്ലാ മേഖലയിൽ കൈവച്ച മേഖലകളെല്ലാം അദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പ് പതിപ്പിച്ചു. ഡൽഹിയിലുണ്ടായ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഇദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇദ്ദേഹം പല കാര്യങ്ങളും ഈടായിട്ട് അറിയുന്നില്ല കേട്ടോ. ഡൽഹിയിലൊരു മോനോടെ ചോദിച്ചോ, ഞാനിത് പറഞ്ഞു തരുത്തില്ല മോനെ. ഡൽഹിയിലൊരു മാതാമ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വേർ ഈസ് ഡോക്ടർ ശശി എന്ന് ചോദിച്ചു. അപ്പോൾ സ്വീകരിക്കാൻ പോയ ആർക്കും മനസ്സിലായില്ല ആരേ ശശി. അപ്പോൾ ഇവരൊന്നിച്ച് പഠിച്ചവരാണെന്നൊക്കെ സംശയിച്ച് അവർ പിന്നെ ചോദിച്ചു ആരാണ് ഓ ഈസ് ശശി എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിനെ പലരും ഡോക്ടർ തരൂർ എന്ന് വിളിക്കുന്നതുകൊണ്ട് മനസ്സിലായില്ല, അത് ഹിലരി ക്ലിൻ്റൺ ആയിരുന്നു. അപ്പോൾ അപ്പോൾ ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ ദിഷണ വൈഭവം കൊണ്ട് ഈ നമ്മളെ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ മാത്രമല്ല, നമ്മുടെ പുരുഷന്മാരെ മാത്രമല്ല, വിദേശ നാടുകളിലും ഒരു മലയാളി സാന്നിധ്യം ഇദ്ദേഹത്തിന് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വി ആർ പ്രൗഡ് ഓഫ് യു ഡോക്ടർ ശശി തരൂർ. താങ്ക് യു സോ മച്ച്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എൻ്റെ പേര് ലിയാൻ അഹമ്മദ് എന്നാണ്. ഞാൻ KT പബ്ലിക് സ്കൂൾ കുറ്റ്യാടി നിന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം, മലയാള ഭാഷ പഠിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഒരു മോശമാണെന്നുള്ള ചിന്ത ശരിയാണോ? അയ്യേ, തീരെ ശരിയല്ല. കാരണം നമ്മുടെ മാതൃഭാഷ അറിയുന്നത് അത്യാവശ്യമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സംസ്ഥാനത്തിൽ വളരുന്നൊരു കുട്ടിയായിട്ട് ഈ ചോദ്യമേ ചോദിക്കുന്നത്. കാരണം ഇവിടെ ആ ഭാഷയോടാണ് നമ്മൾ ശരിക്ക് കേരളത്തിൽ ഫുൾ എൻജോയ്മെൻറ്റോട് ജീവിക്കാൻ സാധിക്കുക. ഈ എൻ്റെ പബ്ലിഷേഴ്സ് ഉണ്ട്, അവർ ഒരു സീരീസ് ഇറക്കുന്നുണ്ട് ഓരോരോ സംസ്ഥാനങ്ങളുടെ ജനങ്ങളെക്കുറിച്ച്. ദ തമിഴ്സ് നിർമ്മല ലക്ഷ്മൺ എഴുതിയിട്ടുണ്ട്, ദ ഗുജറാത്തീസ് സലീൽ ത്രിപാഠി എഴുതി, ഇങ്ങനെയൊക്കെ. അപ്പോൾ എന്നെ ആവശ്യപ്പെട്ട മലയാളീസ് എഴുതി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല. കാരണം മലയാളീസ് എഴുതാൻ പോകുന്ന ഒരാൾ കേരളത്തിൽ ജനിച്ച് വളർന്ന ആൾ തന്നെ ആവണം. കാരണം ഇവിടുത്തെ ആ രീതിയും ഇവിടുത്തെ ആ സ്പിരിറ്റും ശരിക്കും നമ്മളുടെ ഈ പരിസ്ഥിതിയിൽ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ അകത്ത് കയറുന്ന മലയാളത്വമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിലത്തെ ഒരു വലിയൊരു ഭാഗമാണ് ഭാഷ. പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു രണ്ടാം ഭാഷയും പഠിക്കൂ, ഇംഗ്ലീഷും പഠിക്കൂ. ഈ രാജ്യത്ത് നമ്മൾക്ക് മുന്നോട്ട് പോകണമെന്ന് ഹിന്ദി പഠിക്കുന്നത് ഉപയോഗമാണ്. പക്ഷേ എല്ലാ ഭാഷയും അറിയുന്നത് മറ്റവരോട് സമ്പർക്കം ചെയ്യാൻ ഉപയോഗമുണ്ടെങ്കിലും സ്വന്തം മാതൃഭാഷ അറിയണത് ഒരു അത്യാവശ്യമാണ്. ഐ ബെഗ് യു, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഒരിക്കലും പാടില്ല. നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് തീർക്കാം. അതായത് ഒരിക്കലൊരു അമേരിക്കയിലൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ഈ അമേരിക്കയിൽ മലയാളിയിൽ പല ആൾക്കാരും കേരളത്തിലെ എയർപോർട്ടുകളിൽ വരുമ്പോൾ ചൂഷണം ചെയ്യുന്നു, വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കേരളമാണ്, അത് ലണ്ടനോ ന്യൂയോർക്കോ അല്ല. അപ്പോൾ നമുക്ക് ഇപ്പം അമ്മയുടെ മാറ് ഒന്ന് പൊട്ടിപ്പഴുത്തു എന്ന് വരുന്നത് അമ്മയെ നമ്മൾ കപ്പക്കാട്ടിലെടുത്ത് കളയില്ല എന്ന് പറയുന്നില്ല. മലയാളത്തെ സ്നേഹിക്കുക. വി ആർ മലയാളീസ്. അപ്പോൾ ഇത് ഇവിടെ അവസാനിക്കുന്നു. വേറെ അവസരത്തിൽ കാണാൻ DC രവി വിളിച്ചാൽ അല്ലേ, അടുത്ത തവണയും വേണമെങ്കിൽ നമുക്ക് സന്ധിക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ ശശി തരൂർ.